ആപ്പ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ആപ്പ് ഡെവലപ്മെന്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ആപ്പ് ഡെവലപ്മെന്റ് നമുക്ക് സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും നമുക്ക് കുറെ സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റാളബിൾ ഫോർമാറ്റിലായിട്ടുള്ള നമുക്ക് കുറെ അപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലേ സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും ആപ്പ് സ്റ്റോറിലാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എൻ്റെ PPT ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ആപ്പ് ഡെവലപ്മെന്റ്? അതാണ് നമ്മളിവിടെ നമ്മളെന്തായാലും നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് അപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാളബിൾ ഫോർമാറ്റിലായിട്ടോ ഇൻസ്റ്റാൾ ഫോണിലായാലും ഡെസ്ക്ടോപ്പിലായാലും ഇപ്പോ iOS ആണ് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിലും ഏതിലാണെങ്കിലും ഇൻസ്റ്റാളബിൾ ഫോർമാറ്റിലായിട്ട് നമുക്ക് ഓരോ അപ്ലിക്കേഷൻസ് നിലവിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മളത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് ഓരോ ലാംഗ്വേജ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്കിപ്പോ കറന്റ് 3 വേ ഓഫ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. നമുക്ക് കുറെ മൾട്ടിപ്പിൾ വേസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ കോമൺലി യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വേ ഓഫ് തിങ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അതിൽ നമുക്കൊരു 3 വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക് വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ iOS ഡിവൈസുകൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കോമൺലി നമ്മൾ കാണപ്പെടുക. ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ജാവ, കോട്ട്ലിൻ എന്നുള്ള ലാംഗ്വേജസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. ഇപ്പൊ കറന്റ് കോട്ട്ലിൻ വെച്ചിട്ട് കുറെ അപ്ലിക്കേഷൻസ് നമുക്ക് നിലവിൽ കാണാൻ പറ്റും. ജാവ യൂസ് ചെയ്യുന്നത് കുറവാണെന്നല്ല, ബട്ട് എപ്പോഴത്തെയും കാട്ടിയും ഇപ്പോ കൂടുതലും കോട്ട്ലിൻ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നേറ്റീവ് ആയിട്ടുള്ള കുറെ അപ്ലിക്കേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ജാവ ഉപയോഗിക്കുന്ന കമ്പനീസ് ഇപ്പോഴും നിലവിലുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ജാവയിൽ തന്നെ അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന കുറെ പ്രൊജക്ട്സ് കാര്യങ്ങളാണെങ്കിൽ കുറെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴും ജാവ വെച്ച് പോകുന്നവരുണ്ട്. അതല്ല ഇപ്പൊ കൂടുതൽ ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോട്ട്ലിൻ വെച്ചിട്ടായിരിക്കും കൂടുതലും ഡെവലപ്പ് ചെയ്യാം. ഈവൺ അത് iOS-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഒന്നുകിൽ ഷിഫ്റ്റ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സി ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റ് സി പറയുമ്പോൾ കുറച്ച് പഴയ ലാംഗ്വേജ് ആണ്. നമുക്ക് കുറെ മുന്നേ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സിയിൽ വെച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത് നേറ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആണ്. ഈവൻ നേറ്റീവ് ടൈപ്പിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമുക്ക് ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും നേറ്റീവിലൊക്കെ. ഓക്കെ, അപ്പോ നേറ്റീവിൽ പറയുമ്പോൾ ഷിഫ്റ്റ് ഒക്കെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു iOS ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ അപ്ലിക്കേഷൻസ് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. കോട്ട്ലിൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ടുള്ളതാണ് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ക്രോസ് പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും എങ്ങനെയായിട്ടും ഒരേ സമയത്ത് റൺ ചെയ്യാൻ പറ്റും. ഈവൻ ആൻഡ്രോയിഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും iOS ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് അതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് നേറ്റീവ് വെച്ചിട്ട് നമുക്ക് അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിയാക്ട് നേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഇറങ്ങിയ ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, റിയാക്ട് നേറ്റീവ് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും കുറെ അപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വാട്സപ്പ് ബിസിനസ് അങ്ങനത്തെ കുറെ FB ഇങ്ങനെ കുറെ അപ്ലിക്കേഷൻ റിയാക്ട് നേറ്റീവ് വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൺ പിന്നെ ഫ്ലട്ടർ വെച്ചിട്ടും നമുക്ക് കുറെ അപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഫ്ലട്ടർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിലവിൽ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറെ കമ്പനീസ് ഫ്ലട്ടർ മാത്രം വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, റിയാക്ട് നേറ്റീവ് ഉപയോഗിക്കുന്നവരുണ്ട്. അതെല്ലാവരും ഓരോ പർപ്പസ് പോലെ അവരെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് പ്രിഫറബിൾ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ആപ്പ് ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വേണ്ടി വരിക. ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി വരും. ഒരു ഫ്രണ്ട് എൻഡ് വേണം, ഒരു ബാക്ക് എൻഡ് വേണം, പിന്നെ അത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം. നമുക്ക് ഈ ഡാറ്റാസ് മൊത്തം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാ ബേസ് വേണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്യുന്ന സമയത്ത് കുറെ ലോജിക് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈവൻ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ UI സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഡിസൈൻ അതൊരു പാർട്ട് ആയിട്ട് വരാം. ഈവൻ നമ്മൾ കുറെ ഡിസൈൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ബാക്ക് എൻഡ് ഉണ്ടാവും.
എന്നിട്ട് അതായിട്ട് കണക്ട് ചെയ്യും. APIs ത്രൂ ആയിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടി കണക്ട് ചെയ്യാറ്. എന്നിട്ടാണ് നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ലോജിക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഫുള്ളി ഒരു ആപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന് പറയുമ്പോൾ ഒരു ആപ്പ് ഡെവലപ്പർക്ക് നമുക്ക് അത്യാവശ്യം സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള സ്കോപ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ IT ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ എന്തായാലും ഒരു വെബ്സൈറ്റ് വേണ്ടി വരും, ഒരു ആപ്ലിക്കേഷൻ വേണ്ടി വരും. ഒരു E-commerce ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഇ ലേണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അങ്ങനെ അതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റും വേണ്ടി വരും. ഈവൻ ആ ഒരു സമയത്ത് നമ്മൾ ഹയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെവലപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡെവലപ്പറെ ഹയർ ചെയ്യേണ്ടി വരും. പിന്നെ iOSന് ആൻഡ്രോയിഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ ഡെവലപ്പേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യേണ്ടി വരും. ഈവൻ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൂടുതലും ഫ്ലട്ടർ ഡെവലപ്പേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് iOSലും ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, വെബിലും വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. സോ ഡേ ടു ഡേ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലട്ടറിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ എന്താണ് ഫ്ലട്ടർ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഫ്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ, ആ ഒരു ലാംഗ്വേജ് ഫ്രെയിംവർക്ക് ആണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ. ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തത് 2018 ഗൂഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഫ്ലട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിലും iOSലാണെന്നുണ്ടെങ്കിലും വെബിലാണെന്നുണ്ടെങ്കിലും ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ബെസ്റ്റ് ഒരു ഫീച്ചറാണ്. ഫ്ലട്ടറിന്റെ നല്ലൊരു ഫീച്ചറാണ്. ഈവൻ സിംഗിൾ കോഡ്, നമ്മൾ പറഞ്ഞ ഒറ്റ കോഡ് തന്നെ മതി. ആ ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ മാക് ആണ് iOSലാണെന്നുണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലട്ടർ. പിന്നെ അത് മാത്രമല്ല നല്ല വിഡ്ജറ്റ്സ് കുറെ കാര്യങ്ങളുണ്ട്, ബ്യൂട്ടിഫുൾ UIs നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഫ്ലട്ടറിൽ വരുന്നുണ്ട്. ഓക്കെ. ഫ്ലട്ടറിന്റെ മെയിൻ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്കൊരു ഒറ്റ കോഡ് ചെയ്താൽ മതി. ഈവൻ ഒരു കോഡ്, സിംഗിൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫാസ്റ്റ് ഡെവലപ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ട് കോഡ് റീലോഡ് എന്നുള്ള ഒരു ഫീച്ചർ നമുക്കുണ്ട്. ഈവൻ നമ്മൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു UI ക്രിയേറ്റ് ചെയ്തു, നമ്മൾ അതിന് ചേഞ്ച് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് പോലെ റൺ ചെയ്യണം. അങ്ങനെ കുറച്ച് ലാഗിങ് പരിപാടികളൊന്നും നമുക്ക് അതിലുണ്ടാവില്ല. ഡയറക്റ്റ് നമുക്ക് ഹോട്ട് റീലോഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ചേഞ്ചുകളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് അത്രയും ടൈം കുറവാണ്. നമുക്ക് വേഗം ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ വിഡ്ജറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് അത് നല്ലൊരു UI നമുക്ക് കിട്ടാൻ പറയുമ്പോൾ ഒരു ബിഗ് UI സെറ്റപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ ഒരു ആപ്ലിക്കേഷന് വേണ്ട UI നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഹൈ പെർഫോമൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ. നമുക്ക് അവൈലബിൾ ആണ്, ഓരോ സോഴ്സസും നമുക്ക് എന്താണ് ഫ്ലട്ടേഴ്സിന്റെ അവൈലബിൾ ആണ്. ഇപ്പൊ എന്തെങ്കിലും ബഗ്സ് കാര്യങ്ങൾ അടിക്കാന്നുണ്ടെങ്കിലും നമുക്കിത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നല്ലൊരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് നമുക്കുണ്ട്. ഓക്കെ. അതൊക്കെയാണ് നമ്മുടെ ഫ്ലട്ടേഴ്സിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫ്ലട്ടർ പറയുമ്പോൾ ഫ്ലട്ടർ വെച്ച് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടൂൾസ് നമുക്ക് റിക്വേർഡ് ആയിട്ട് ആവശ്യമുണ്ട്. ഓക്കെ. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എഡിറ്റർ കോഡ് വേണം. ഓക്കെ. അത് പറയുമ്പോൾ ഒന്നല്ലേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു VS Code. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, ഇപ്പോൾ VS Code വെച്ചിട്ട് കോഡ് ചെയ്യുന്നവരുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് അതിന്റെ ഒരു SDK വേണം, ഫ്ലട്ടർ SDK ക്രിയേറ്റ് ചെയ്യണം. പറയുമ്പോൾ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അതിന്റെ പാത്തൊക്കെ കൊടുക്കണ്ട, ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. അത് കൂടാതെ നമുക്ക് എന്തും കൂടി വേണം, ഒരു ഡിവൈസ് വേണം. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഹൈ സ്പെക് ഉള്ള ഒരു ഡിവൈസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമുലേറ്റർ സെറ്റപ്പ് നമുക്ക് നമ്മുടെ ലാപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ഡിവൈസ് നമ്മുടെ ഫോൺ നമുക്കതൊരു പറയുമ്പോൾ റണ്ണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ഡിവൈസ് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഔട്ടുകൾ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു എമുലേറ്റർ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഔട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേണ്ടത് നമുക്കൊരു ബാക്ക് എൻഡ് ഡാറ്റാബേസ് ആണ്. ഞാൻ ഓപ്ഷനിൽ ഫയർബേസ് കൊടുത്തത് ബാക്ക് എൻഡ് ഓപ്ഷനിലല്ല, ഫയർബേസ് ഓപ്ഷനാണ്. കാരണം ഫയർബേസ് ഇനീഷ്യലി ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയർബേസ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി.
അതല്ല കുറച്ചുകൂടെ നമുക്കിപ്പോൾ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ വേറൊരു ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വേറൊരു ബാക്ക് എൻഡ് ഉണ്ടാവും, അതുപോലെ പൈത്തൺ പോലുള്ള ബാക്ക് എൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക് എൻഡ് നമുക്കും റിക്വയർഡ് ആണ്. ഓക്കെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലൈവില് ഫ്ലട്ടർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലർ കുറെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഗൂഗിൾ പേ, ഡ്രീം11, BMW, നെറ്റ്, അലിബാബ, അങ്ങനെ കുറെ നമുക്ക് ആപ്ലിക്കേഷൻസ് ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇപ്പൊ ക്ലിയർലി ലൈവിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ആയിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ ആപ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലട്ടർ പറയുന്നത് ഈച്ച് ഡേ കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓരോ വേർഷൻസ് ആയാലും പുതിയ വേർഷൻസ് വരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഫ്ലട്ടറിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പോ ഇനിയിപ്പോ നമുക്ക് പറയാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് ഡെവലപ്പറിന്റെ സൈക്കിൾ, ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ. ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊരു പ്ലാനിങ് ചെയ്ത് ആ ഒരു സ്ട്രക്ചർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമുക്കൊരു ഇ ലേണിംഗ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കി എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിനൊരു പ്ലാനിങ് ചെയ്യുക, എന്നിട്ട് അതിനൊരു UI ക്രിയേറ്റ് ചെയ്യാം, UI വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ. ഈവൻ ഡെവലപ്മെന്റ് ടൈമിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അത് യൂസർ കാണുന്ന സൈഡ് പറയുമ്പോൾ ഫ്രണ്ട് എൻഡ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡും ഡെവലപ്പ് ചെയ്യണം, പിന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്തും പിന്നെ കുറെ ലോജിക് അപ്ലൈ ചെയ്ത് ഇതിന്റെ ഡാറ്റാബേസ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റാസ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാക്ക് എൻഡ് കൂടി വേണം. ഓക്കെ. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഈവൻ ടെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, കാരണം ലൂപ്പ് പോയിന്റ്സ് കുറെ അതിലുണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പിന്നെ അത് നമ്മൾ എവിടെയെങ്കിലും ഡിപ്ലോയ് ചെയ്യും. ഈവൻ പ്ലേ സ്റ്റോർ ആവും ആപ്പ് സ്റ്റോർ. ഓക്കെ. iOS വേണ്ടതാണ് നമ്മൾ ആപ്പ് സ്റ്റോറിലും ആൻഡ്രോയിഡ് ഫോൺസിന്റെ എല്ലാം നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യും. പിന്നെ വരുന്ന മെയിൻ്റെനൻസ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഡേ ടു ഡേ ഇപ്പൊ യൂസേഴ്സ് കയറുന്നതിനനുസരിച്ച് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി കീ ഫീച്ചേഴ്സിന് ആഡ് ചെയ്യണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി എക്സ്ട്രാ വേണം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഈവൻ ഓരോ വർഷം കഴിയുന്നതോറും നമ്മളിപ്പോ ഒരു ലൈഫ് ടൈമിൽ പോലെ ഇപ്പോൾ യൂസേഴ്സിന് അട്രാക്റ്റീവ് രീതിക്ക് UI എലമെന്റ്സ് മാറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് കറന്റ് ഒരു ആപ്പ് ഡെവലപ്പറിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞത്. ഈവൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാവും. കാരണം നമ്മൾ ഡെവലപ്മെന്റ് ടൈമിൽ ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എൻഡും ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ചെയ്യേണ്ട. അതേ ഡാറ്റയുടെ നമുക്കൊരു ബാക്ക് എൻഡേഴ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഡിസൈനേഴ്സ് ഉണ്ടാവും. അപ്പൊ അവിടുന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഫർദർ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഗൂഗിൾ കയറിയിട്ട് ഫ്ലട്ടർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസ് കൂടുതൽ എല്ലാവരും അത്യാവശ്യം നല്ല സ്പെക് ഡിവൈസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ കയ്യിലുണ്ടോന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല, എമുലേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ i5-ന് മേലെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. i3 യൂസ് ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇൻസ്റ്റാളേഷൻ ടൈമിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ പാർട്ട് നിങ്ങൾ സിസ്റ്റം വേരിയബിളിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കമാൻഡ് ഫോർമാറ്റ് എടുത്തതിന് ശേഷം അത് കോൺഫിഗർ ചെയ്യണം. ഫ്ലട്ടർ വേർഷൻ അടിച്ചതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യാൻ പറ്റും. ചില ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് ആ പാക്കേജസ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് റെഡി ആയി കിട്ടുള്ളൂ. ദെൻ ഫ്ലട്ടർ ഡോക്ടർ എന്നുള്ള ഒരു കമാൻഡ് അടിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് കോൺഫിഗർ ചെയ്യാൻ. അതിൽ നമുക്ക് ലൈസൻസ് അപ്രൂവൽ ചെയ്യാണ്ടാവും. എല്ലാ കാര്യങ്ങളും അപ്രൂവൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റാം, നമ്മളതിനെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ കാണിക്കണ്ടാവും നമുക്ക് വേറെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ VS കോഡ് കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ VS കോഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഏതാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം കയറുക, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണമല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രണ്ട് മൂന്ന് പ്ലഗിൻസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിലും VS കോഡ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ. ആ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിൽ കയറിയിട്ട് പ്ലഗിൻസ് നമുക്ക് ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈവൻ പ്ലഗിൻസിൽ നിങ്ങൾക്ക് ഫ്ലട്ടർ ആൻഡ് ഡാർട്ട് എന്നുള്ള രണ്ട് പ്ലഗിൻസ് ഉണ്ടാവും. ഈവൻ ഈ രണ്ട് പ്ലഗിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം.
ഓക്കെ, അത് നമുക്ക് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ കാണിച്ചു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, എമുലേറ്റർ കാര്യങ്ങൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എമുലേറ്റർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് വിർച്വൽ ഡിവൈസ് ഇല്ല, അല്ല റിയൽ ഡിവൈസ് ഇല്ല, ഈവൻ നിങ്ങൾക്ക് കേബിൾ കണക്ട് ചെയ്ത് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പെക് ഡിവൈസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമുലേറ്റർ കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ സെറ്റപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജിങ് കേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കോ കണക്ട് ചെയ്തതിനു ശേഷം ഡെവലപ്പർ മോഡ് ഓൺ ആക്കുക. ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, ഫോണ് കണക്ട് ചെയ്യും. ഇതെന്നാ അപ്പൊ നിങ്ങളുടെ ഫോണിന്റെ ID നമുക്ക് ലാപ്ടോപ്പിൽ പറയുമ്പോൾ ഇവിടെ കാണാം, ഡിവൈസസിൽ കാണാൻ പറ്റും. ഈവൻ അത് കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, ഈവൻ റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇനീഷ്യലി നമ്മളൊരു പ്രൊജക്ട് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ടൈം എടുക്കും, ഈവൻ കുറച്ചു നേരം ടൈം ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എല്ലാ പാക്കേജസും എല്ലാ കാര്യങ്ങളും ഇനീഷ്യലി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ എന്ത് ചെയ്യും, ആ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് വരും. ഓക്കെ, അല്ലെങ്കിൽ എമുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ എമുലേറ്ററിൽ ആ ഒരു ഡിവൈസ് ലോഡ് ചെയ്ത് വരും. കറന്റ് ഇങ്ങനെയാണ് ഫ്ലട്ടർ കാര്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പാത്ത് എന്ത് ചെയ്യുക, സിസ്റ്റം വേരിയബിളിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓർ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം 2 പ്ലഗിൻസ് ആഡ് ചെയ്യുക. SDK കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പറയുമ്പോൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കുറച്ചും കൂടെ കാര്യം പറയാണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് പറയുമ്പോൾ ഡൗട്ട് ക്ലിയറിന് പോലെ എന്തെങ്കിലും പറയാം. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് ഓണൊക്കെ ചോദിച്ചാലും ഓക്കെ. ഓക്കെ, ഇനി എന്താണ് ഡാർട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് ആണ് ഡാർട്ട്. ഫ്ലട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് അല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഫ്ലട്ടർ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടോ? ഓക്കെ, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, അതിനുശേഷം നമുക്ക് ലാംഗ്വേജിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു യൂസർ കാണുന്നില്ലേ, ഒരു യൂസർ നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ കുറെ അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ നമ്മൾ കുറെ ഇന്റർഫേസ് ആണല്ലേ, നമുക്ക് കുറെ ചാറ്റ് ലിസ്റ്റ് കാണാൻ പറ്റും, സ്റ്റാറ്റസ് കാണാൻ പറ്റും, കോൾസ്, ആ ഒരു UI സ്ട്രക്ചർ കാണാനില്ല. അതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് മൊത്തം പറയുമ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് ഈ ലോഡ് പറയുമ്പോൾ നമ്മുടെ ഡാറ്റാസ്, ഇപ്പൊ നമ്മളൊരു യൂസർ കയറി കഴിഞ്ഞാൽ നമ്മുടെ യൂസറിന്റെ ഡാറ്റാസ് മൊത്തം നമ്മുടെ ബാക്ക് എൻഡിലാണ് കാണാം. ഈവൻ അത് റിയൽ ലൈഫ് എക്സാമ്പിൾ പോലെ പറയണമെങ്കിൽ നിങ്ങളിപ്പോൾ റെസ്റ്റോറന്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറന്റിൽ നിങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണുന്ന ഇന്റീരിയർ വർക്ക്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, ഈവൻ അതാണ് അതിന്റെ ഒരു ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അത് കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ പറയുമ്പോൾ അതിൽ നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ കൊടുത്ത് നമ്മൾ ബാക്ക് എൻഡിലേക്ക് പറയുമ്പോൾ കിച്ചൺ നിങ്ങൾ ഫുഡ് മെനു നോക്കുന്ന സമയത്ത് അതിൽ കുറെ ലിസ്റ്റ് ഓഫ് ഫുഡ്സ് കാണാം. ഓക്കെ, ഇവിടെ നിന്ന് പറയുമ്പോൾ ഫ്രണ്ട് എൻഡിൽ നിങ്ങളൊരു ലിസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യണം. ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, വെയിറ്റിന്റെ അടുത്ത് പറയും ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു ഫുഡാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, കിച്ചണിൽ പോയി, കിച്ചൺ അപ്പൊ നമ്മുടെ ബാക്കിൽ അവിടെ പോയിട്ട് ഈ ഫുഡ് ഓർഡർ കൊടുക്കും. അപ്പോ ആ ഓർഡർ കൊടുത്ത് കിച്ചണിനാണല്ലോ നമുക്ക് ഫുഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് എൻഡ് കാരണം. അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് റിട്ടേൺ എത്തിക്കുന്നത്, ആ രണ്ടിനും ഇടയിൽ നടക്കുന്ന പറയുമ്പോൾ ആ വെയിറ്ററുടെ ജോലി, അതാണ് ശരിക്കും API പറയുമ്പോൾ API റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യം. അത് ഞാൻ നിങ്ങൾക്ക് ഫർദർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, APIയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കറന്റ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ കുറച്ച് ഓക്കെ സ്പീഡ് കൂടുതലാണെന്നൊക്കെ ഞാൻ നല്ല പറയാം. ഓക്കെ, ഇനിയിപ്പോ ഇൻസ്റ്റാളേഷൻ ബേസ്ഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഫ്ലട്ടറിന്റെ ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ലോജിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈവൻ നമ്മൾ വെബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലോജിക്ക് പർപ്പസ് കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞ ഒരു ലൈവ് കൊടുക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ഡാർട്ട് ഉപയോഗിച്ചിട്ടും കൊടുക്കുക എന്ന് പറയാം. ഓക്കെ, ഫ്ലട്ടർ പറയുമ്പോൾ ഫ്രെയിം വർക്ക് മാത്രം. അത് ഫ്ലട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലട്ടറിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് ചെയ്യുക, UI സ്ട്രക്ചേഴ്സ് മൊത്തം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ
ഡാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് ഡാർട്ട് ലാംഗ്വേജസിൽ കുറെ പറയുമ്പോൾ എല്ലാത്തിലും പറയുന്ന പോലെ നമുക്ക് ഇതിലും ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, ഡാറ്റ ടൈപ്സ് ഉണ്ട്, പിന്നെ ഫങ്ഷൻസ് ഉണ്ട്, ക്ലാസ്സസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്, ഡാർട്ടിലുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ്, ലാംഗ്വേജസ് മാറിയെന്നുണ്ടെന്നുണ്ടെങ്കിലും ബേസിക് എല്ലാം സെയിം പോലെയാണ്. ജസ്റ്റ് സിന്റാക്സും ഫോർമാറ്റ് കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഡാർട്ടിൽ കോമൺ എന്ന് പറഞ്ഞാൽ കോമൺ കുറെ ടൈപ്സ് ഉണ്ട്, പറഞ്ഞത് കുറെ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഈവൻ ഇന്റ്, ഡബിൾ, സ്ട്രിങ്, ബൂൾ, വാർ, ഡൈനാമിക്, ലിസ്റ്റ്, മാപ്പ്, അങ്ങനെ കുറെ ഡാറ്റ ടൈപ്സ് നമുക്ക് ഡാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈവൻ ഇനിയിപ്പോ അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ ടൈപ്സ്, ഓരോ ഡാറ്റ ടൈപ്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, അതിന് മുന്നേ ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഡാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാർട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈച്ച് നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇപ്പോ ആ ഒരു ലോജിക്ക് നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യണത്, ആ ഒരു സ്മൂത്ത് ആൻഡ് ഹാൻഡ്ലിംഗ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കാണ് എന്ത് ചെയ്യുക, ഡാർട്ട് ലോജിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ബേസിക് ആണ് നമുക്ക് ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഫ്ലട്ടർ. ഗൂഗിൾ തന്നെ ക്രിയേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുക, ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്ന ഡാറ്റ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ ആണ്. ഇന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇൻറ്റീജർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വോൾ നമ്പേഴ്സ് കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വോൾ നമ്പേഴ്സ് പറയുമ്പോൾ എല്ലാ നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഇന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഏജ് ഈസിക്കൽ ടു 25, ഇന്ത്യ ഇയർ ഈസിക്കൽ ടു 2025. ഓക്കെ, ഓരോ ഇൻറ്റീജർ ടൈപ്പിലും ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഡബിൾ എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് ആണ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ പോയിന്റ് ഫംഗ്ഷൻസ് കൂടുതലും നമ്മൾ ഡബിൾ വെച്ചിട്ടായിരിക്കും ഉപയോഗിക്കുക. ഈവൻ ഇൻറ്റീജറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡബിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻറ്റീജറിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രം നമുക്ക് എന്തെങ്കിലും അലോ ചെയ്യും, ഹോൾ നമ്പേഴ്സ് കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൽ അലോ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്ട്രിങ് എന്നുള്ള ഫംഗ്ഷൻസ് വരുന്നത്. സ്ട്രിങ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് നമുക്കൊരു ക്യാരക്ടർ ആണ്. ഈവൻ നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈവൻ ഇറ്റ് ഈസ് എ ക്യാരക്ടർ. നമുക്ക് ഒരു ലിസ്റ്റ് പറയുമ്പോൾ എത്രയാണോ, ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കണം, ഫ്ലട്ടർ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രിങ്ങിലായിരിക്കും കൊടുക്കുക. കാരണം അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ്, ഒരു ക്യാരക്ടർ ഫോർമാറ്റാണ്. ഈവൻ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഓർ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ അടിയിൽ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ ടു ഫ്ലട്ടർ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു നെയിം മാത്രം നമ്മൾ പ്രിന്റ് ആയിട്ട് ഇട്ടാം. ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഫോർമാറ്റ് മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രൂ ഓർ ഫാൾസ് ഫംഗ്ഷൻ പോലെയാണ്. നമ്മൾ ഇന്ത്യയിൽ ഡാറ്റാസ് കൊടുക്കുന്ന സമയത്ത് അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ട്രൂ കണ്ടീഷൻ കൊടുത്തു, നമുക്ക് അങ്ങനത്തെ ട്രൂ ഓർ ഫാൾസ് കണ്ടീഷൻ മാത്രം നമുക്ക് അലോ ചെയ്താൽ മതി എന്നുള്ള ഒരു ഫംഗ്ഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ബൂളിയൻ വാല്യൂസ് വെച്ചിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ ബൂൾ എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബൂളിയൻ ഈ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ബൂളിയൻ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡാറ്റ ടൈപ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഫ്ലട്ടറിൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ നമ്മുടെ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാറ്. ഈവൻ ബൂളിയൻ വാല്യൂ ആയാലും ഈവൻ സ്ട്രിങ് ആയാലും ഇന്റ് ആയാലും ഈവൻ നമുക്ക് വേണ്ട റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നതാണ് വാർ എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ്. വാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഇന്റ് ആയാലും ഡബിൾ ആയാലും ബൂളിയൻ വാല്യൂ ആയാലും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും വാറിൽ. ഇപ്പൊ വാർ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കൊച്ചിന്ന് കൊടുത്തു. ഇപ്പൊ വാർ കൗണ്ട് പറഞ്ഞിട്ട് ഞാൻ 10 കൊടുത്തു. 10 പറയുന്ന ഒരു ഇന്റീജർ വാല്യൂ ആണ്. സോ അപ്പൊ എന്താണ്, നമുക്ക് ഇന്റീജർ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ബൂളിയൻ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഡബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറിൽ കൊടുക്കാൻ പറ്റും. കാരണം ഇത് എല്ലാ ഡാറ്റ ടൈപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സെയിം ഫീച്ചർ തന്നെയാണ്. ഡൈനാമിക്കിലാണെന്നുണ്ടെങ്കിലും എല്ലാ ഡാറ്റ ടൈപ്പും സപ്പോർട്ട് ചെയ്യും. ഈവൻ ഇന്റ് ആയാലും ഡബിൾ ആയാലും നം ആയാലും ബൂളിയൻ വാല്യൂ ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ വാറിലും ബേസിക്കലി എല്ലാ ഡാറ്റ ടൈപ്സും സപ്പോർട്ട് ചെയ്യും. ബട്ട് നമുക്ക് ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ ഫസ്റ്റ് ഇപ്പൊ ഒരു
ക്യാരക്ടർ ടൈപ്പ് ആയിട്ടുള്ളതാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രിംഗ് വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊടുക്കുമ്പോൾ നമ്മൾ സ്ട്രിംഗ് വാല്യൂ തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഓക്കെ. ബട്ട് നമ്മളിപ്പോ ആ സമയത്ത് നമ്മൾ ഇന്റ് വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ പറയുമ്പോൾ പ്രിന്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ ഷോ ചെയ്യും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് ഏതാണോ ഇനീഷ്യലി ചെയ്യുന്നത് ആ ഒരു ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാവും എന്ത് വാറ് പിന്നെ അടുത്തൊരു ഇതും സെക്ഷനും എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അല്ലാതെ നമുക്കിപ്പോ വാർ സിറ്റി കൊച്ചി വാർ കൗണ്ട് 10 എന്ന് പറഞ്ഞ് നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് പിന്നെ വാർ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രൂന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല, കാരണം എറർ അടിക്കും. കാരണം ഫസ്റ്റ് ഏത് ഡാറ്റ ടൈപ്പ് ആണോ ഫോളോ അപ്പ് ചെയ്യുന്നത് ആ ഒരു ഫോളോ അപ്പ് രീതിക്കായിരിക്കും വാറിൽ വരും. ബട്ട് ഡൈനാമിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ. ഡൈനാമിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡൈനാമിക്കിൽ ഇപ്പൊ ഒരു ഡാറ്റ കൊടുക്കണം, ഇന്റ് ആയാലും ഡബിൾ വാല്യൂ ആയാലും ബൂളിയൻ വാല്യൂ ആയാലും അത് ഏത് രീതിക്ക് കൊടുത്താലും ഡൈനാമിക്കലി സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പക്ഷെ വാറിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടാവില്ല. ഈവൻ നമ്മൾ ഫസ്റ്റ് ഏത് ഡാറ്റ ടൈപ്പ് ആണോ നമ്മൾ കൊടുത്ത് ഫോളോ ചെയ്യുന്നത് ആ ഒരു ഡാറ്റ ടൈപ്പ് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ ഡൈനാമിക്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല, ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും എനി ടൈം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് വാറും ഡൈനാമിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെയാണ് ഫൈനൽ ആൻഡ് കോൺസ്റ്റന്റ്. ഓക്കെ. കോൺസ്റ്റന്റ് പറയുമ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫൈനൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് നമുക്കൊരു വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ. അതിന് നമുക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, ഈവൺ ഓക്കെ ആണ്, ആ ഒരു രീതിക്കാണ് കൊടുക്കുന്നത് പറയുമ്പോൾ അതിൽ വേറെ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, നമ്മൾ ഫൈനൽ വെച്ച് കൊടുക്കും. കാരണം അതിൽ ഇനിയൊന്നും ചേഞ്ച് വരുത്താനില്ല. ഓക്കെ. അപ്പൊ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് റിട്ടേൺ അത് ചേഞ്ച് ചെയ്ത രീതിക്ക് വേണം നമുക്ക്. ബട്ട് കോൺസ്റ്റന്റ് അങ്ങനെയല്ല. കോൺസ്റ്റന്റ് നമ്മൾ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ. ഇപ്പോ കോൺസ്റ്റന്റ് വാല്യൂസ് ഇല്ലേ, ഇപ്പൊ പൈ ആണെന്നുണ്ടെങ്കിൽ 3.14 അങ്ങനത്തെ കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾ കോൺസ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ വിഡ്ജറ്റ്സിന് നമ്മൾ കോൺസ്റ്റ് കൊടുക്കാറുണ്ട്. അത് പറയുമ്പോൾ ഓരോ വിഡ്ജറ്റിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അതാണ് ഫൈനലും കോൺസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളൊരു ഡാറ്റ ടൈപ്പ് ആണ് ലിസ്റ്റ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ്. ഈവൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ്, കുറെ ഡാറ്റാസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറെ കളക്ഷൻസ് ഓഫ് ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കളക്ഷൻസ് ഓഫ് ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡാറ്റാസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഡാറ്റ ടൈപ്പ് ഒന്ന് ഓക്കെ ഡാറ്റ ടൈപ്പ് നമ്മളൊന്ന് കൊടുക്കും. പിന്നെ ഏതാണോ അതിലുള്ളിൽ വരുന്ന ഡാറ്റ ടൈപ്പ്, ഈവൻ സ്ട്രിംഗ് പറഞ്ഞാൽ ക്യാരക്ടർ ടൈപ്പ് മാത്രമേ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ആ ലിസ്റ്റിന്റെ ഉള്ളിൽ ക്യാരക്ടർ ടൈപ്പ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുക്കും. ഇപ്പൊ നമ്മളിവിടെ ഇന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോ ആപ്പിൾ ഓറഞ്ച് ബനാനാക്ക് വരെ നമ്മൾ എന്ത് ചെയ്യും, 1 2 3 എന്നുള്ള നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക. കാരണം ഇന്റീജർ വാല്യൂസ് മാത്രമേ അപ്പോൾ ആ ടൈമിൽ സപ്പോർട്ട് ചെയ്യും. കാരണം അതൊരു ഇന്റ് ആയിരിക്കും നമ്മൾ അതിൽ കൊടുക്കുക. ഈവൻ നമ്മളിപ്പോ ഇവിടെ സ്ട്രിംഗ് കൊടുത്തതുകൊണ്ട് എന്താണ്, നമുക്ക് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ക്യാരക്ടർ ടൈപ്പിലുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഇപ്പൊ 10 കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ. കാരണം അത് നമ്മൾ ഡബിൾ കോട്സിൽ സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ആ ടൈമിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ കാണാം ലിസ്റ്റ് സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു പിന്നെ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആപ്പിൾ ഓറഞ്ച് മാംഗോ എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രൂട്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. അതേപോലെ തന്നെയാണ് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്തതിൽ കൊടുത്തിട്ടുണ്ടാവും, ലിസ്റ്റ് ഡൈനാമിക്. കാരണം എന്താ, ഇതിൽ നമുക്ക് രണ്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൈനാമിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീജർ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഡബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ബൂളിയൻ വാല്യൂ ആണെന്നുണ്ടെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അതിൽ നമുക്ക് സ്ട്രിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ രീതിയില്ല. ഇതിൽ എല്ലാ ഡാറ്റ ടൈപ്പും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഡൈനാമിക് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു മിക്സർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും കാണാം. ഇതാണ്. ഓക്കെ. പേര് മാറ്റി കൊടുത്തോണ്ടാണ്. ഓക്കെ. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അതേ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്ത് കാണാം. ഓക്കെ. ഈവൻ ലിസ്റ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് ഓക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് കറന്റ് ഇതാണ്, നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പൊ ആപ്പിൾ ഓറഞ്ച് മാംഗോ വെച്ചാൽ ഫ്രൂട്ട്സിന്റെ നമുക്ക് കൊടുക്കുന്ന പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. എന്താണോ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് വേണ്ട ലിസ്റ്റ്,
നിങ്ങളൊരു ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പൊ സ്ട്രിങ്ങിന് വരെ ഡൈനാമിക് കൊടുക്കണ്ടില്ല, ജസ്റ്റ് അല്ലാതെ സ്ട്രിങ് ഇത് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഇമേജസ് ഉണ്ടോ ആ ഇമേജിന്റെ ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ട് ഈ ഒരു ഇമേജിൽ നിന്നുള്ള വേരിയബിൾ എവിടെയെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും ഇമേജ് നിങ്ങൾ ആ ലിസ്റ്റിൽ എത്ര ഇമേജസ് കൊടുത്തിട്ടുണ്ടോ അത്രയും ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, ലിസ്റ്റിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. ലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈവൻ ഇപ്പൊ ഇവിടെ കണ്ടോ ആപ്പിൾ, മാംഗോ, ബനാന എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഫ്രൂട്ട്സിന്റെ. ഈവൻ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഔട്ട് കിട്ടും 3 ആയിരിക്കും കിട്ടുക. കാരണം അതിന്റെ ഉള്ളിൽ മൊത്തം 3 എലമെന്റ് ഉള്ളത്. ഇപ്പോ ജസ്റ്റ് ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ 3 എലമെന്റ്സ് ഉള്ളൂ. സോ ലെങ്ത് പറയുമ്പോൾ ആ ഒരു ലിസ്റ്റിന്റെ ലെങ്ത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് ലെങ്ത് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റിന്റെ പറയുമ്പോൾ എത്ര ലെങ്ത് ഉണ്ട് നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഫ്രൂട്ട് ഡോട്ട് ലെങ്ത് ആണ് കൊടുക്കുന്നെങ്കിൽ അതിൽ എത്ര ലെങ്ത് ഉണ്ട്. ഇപ്പോൾ 3 ആണെങ്കിൽ 3, നമ്മൾ 4 ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ 4 ആയിരിക്കും ലെങ്ത് കാണിക്കുക. ഓക്കെ, പിന്നെയാണ് അടുത്താണ് ഈസ് എംപ്റ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഈസ് എംപ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് എംപ്റ്റി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളൊരു ഫ്രൂട്ട്സ് ഡോട്ട് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, ഇപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പൊ ഒന്നുമില്ല, അതിൽ കൊടുത്തെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൂ എന്നുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷോ ചെയ്യും, റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ലിസ്റ്റിൽ ഇപ്പൊ എടുത്ത നമ്മുടെ ലിസ്റ്റിൽ ഫ്രൂട്ട്സ് എന്നുള്ള ഈ ലിസ്റ്റിൽ എന്താണ്, അതായത് എംപ്റ്റി അല്ല. കാരണം നമുക്ക് അതിൽ ഡാറ്റാസ് ഉണ്ട്, ആപ്പിൾ, ഓറഞ്ച്, ബനാന ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ എന്ത് കാണിക്കും, ട്രൂ എന്ന് കാണിക്കും. കാരണം ആ ഒരു ലിസ്റ്റ് എന്താണ്, എംപ്റ്റി അല്ല. ഓക്കെ, അതേപോലെ തന്നെ ഈസ് നോട്ട് എംപ്റ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്, അതിൽ എംപ്റ്റി ആണോ അല്ലയോ, അത് നോട്ട് എംപ്റ്റി ആണോ അല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവൻ നിങ്ങൾക്ക് എംപ്റ്റി ആണെന്നുള്ള ഒരു കണ്ടീഷൻ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് എംപ്റ്റി, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെക്കിങ് ചെയ്യാം. ഓക്കെ, ഡോട്ട് ഫസ്റ്റ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡോട്ട് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്താണോ അതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് ഫസ്റ്റ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഡോട്ട് ലാസ്റ്റ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പ്രോപ്പർട്ടി ഏതാണോ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, ഡോട്ട് ലാസ്റ്റ് എന്നുള്ള ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് ഡോട്ട് റിവേഴ്സിലാണ്. ഓക്കെ, റിവേഴ്സിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു 100 വരെയുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഓർഡർ നേരെ ഓപ്പോസിറ്റ് ഡിസെൻഡിങ് ഓർഡർ പോലെ കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ 100 99 98 എന്നുള്ള രീതിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോട്ട് റിവേഴ്സിൽ കൊടുക്കാം. ഓക്കെ, ഡോട്ട് റിവേഴ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഓർഡർ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യിപ്പിച്ച് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നുണ്ട് റൺ ടൈം ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡാറ്റ ടൈപ്പ് ആണോ പറയുമ്പോൾ കൊടുത്തിരിക്കുന്നത് റിട്ടേൺ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ നേരത്തെ എടുത്തതിൽ കാണാൻ പറ്റും, ഇവിടെ ലിസ്റ്റ് സ്ട്രിങ് ഫ്രൂട്ട് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിവിടെ വരുന്ന എങ്ങനെയാ, ഫ്രൂട്ടിന്റെ റിട്ടേൺ ടൈപ്പ് ഏതാ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ലിസ്റ്റ് ഓഫ് സ്ട്രിങ് എന്ന് കാണാൻ പറ്റും. അത് ഏത് ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ കോഡിൽ എങ്ങനെയാ യൂസ് ചെയ്യുക എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം നമുക്ക് കോഡിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട് ഷോ ചെയ്യിപ്പിക്കാൻ, ഒരു ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഷോ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഒരു ഷോയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വരിക. അപ്പോൾ നമ്മളൊരു ബാക്ക് എൻഡിൽ നിന്ന് നമ്മളിപ്പോ ആ ഒരു കളക്ഷൻസ് വിളിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാം. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് ലെങ്ത് യൂസ് ചെയ്യുക. അത് എംപ്റ്റി ആണോ അല്ലയോ എന്നൊരു ചെക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈസ് എംപ്റ്റി ഓർ ഈസ് നോട്ട് എംപ്റ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ ഏത് ഇപ്പൊ വേണോ, ഫസ്റ്റ് എലമെന്റ് മാത്രം ചൂസ് ചെയ്ത് ഷോ ചെയ്യിപ്പിക്കണം, ലാസ്റ്റ് എലമെന്റ് മാത്രം ചൂസ് ചെയ്ത് ഷോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ട് ഫസ്റ്റ് ഓർ ഡോട്ട് ലാസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡോട്ട് റിവേഴ്സ് ഡോട്ട് റൺ ടൈപ്പ് എല്ലാം നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പ് ഓരോ പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് കോഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ഫംഗ്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. ഓക്കെ,
ഔട്ട്പുട്ട് ഫ്ലട്ടർ അല്ലേ വരണ്ടേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അത് ഞാൻ കൊടുത്തതിന്റെ മിസ്റ്റേക്ക് ആണ്. ഇവിടെ ഫ്ലട്ടർ എന്ന് തന്നെയാണ് ഔട്ട്പുട്ട് വരേണ്ടത്, അല്ലാതെ വേറെ ചേഞ്ച് ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് മാറ്റി അവിടെ മാറ്റാൻ വിട്ടുപോയതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഇമേജസിന്റെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ എനിക്ക് എക്സാമ്പിൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു എക്സാമ്പിൾസ് ആണ്, ലിസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് മാപ്പ് എന്ന് വരുന്ന ഒരു ഡാറ്റ ടൈപ്പും കൂടി ഉണ്ട്. ലിസ്റ്റ് മാപ്പാണ് കൂടുതൽ നമുക്ക് യൂസ് കേസിൽ വരാറ്. കാരണം നമുക്ക് ബാക്കിൽ നിന്ന് ഡാറ്റാസ് കിട്ടുന്ന സമയത്ത് ലിസ്റ്റ് മാപ്പ് നമുക്ക് പറയുമ്പോൾ ഡാറ്റാസ് വരുന്നത് ഒന്നില്ലെങ്കിൽ കുറെ ലിസ്റ്റ് ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു മാപ്പ് ടൈപ്പ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കീ വാല്യൂ പെയർ പോലെയാണ് മാപ്പിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആധാർ കാർഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നെയിം, ഏജ്. അതുപോലെ നെയിം പറയുമ്പോൾ നെയിം ഉണ്ടാവും, പിന്നെ ഏജ് പറഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ ഏജ് ഉണ്ടാവും, പിന്നെ അതേപോലെ അഡ്രസ്സ് കാര്യങ്ങൾ. ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും മാപ്പിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അതൊരു കീ വാല്യൂ പെയർ ആയിട്ടാണ് മാപ്പിൽ കാണാൻ പറ്റുക. കാരണം നമുക്ക് അതിനൊരു കീ ഉണ്ടാവും. ഇപ്പൊ നെയിം എന്നാണ് പറഞ്ഞാൽ അതൊരു കീ ആണ്. ഇപ്പൊ നെയിം ഫ്ലട്ടർ എന്നാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലട്ടർ എന്നുള്ളതാണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അതൊരു കീ വാല്യൂ പെയർ പോലെയാണ് മാപ്പ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ പറ്റും, എക്സാമ്പിൾ ആണ്. മാപ്പ് സ്ട്രിങ് കോമ സ്ട്രിങ് സ്റ്റുഡന്റ് പറഞ്ഞാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ബേസിക് സിന്റാക്സ് എന്ന് പറഞ്ഞാൽ മാപ്പ്. അത് പറയുമ്പോൾ അതിന്റെ ഡാറ്റ ടൈപ്പ്, അതിനുള്ളിൽ നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്പ് വരുന്നുണ്ട്, കീക്ക് ഒരു ഡാറ്റ ടൈപ്പും വരുന്നുണ്ട്, പിന്നെ വാല്യൂന് ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. രണ്ട് ഞാൻ സ്ട്രിങ് രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ് സ്ട്രിങ് സ്റ്റുഡന്റ് പിന്നെ കേളി ബ്രേസിന്റെ ഉള്ളിലാണ് മാപ്പ് നമ്മൾ എന്താണ് കൊടുക്കുക. പിന്നെ ലിസ്റ്റ് ആവുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പേര് കീ കൊടുത്തു, അതിന് നമ്മൾ നെയിം കൊടുത്തു, അജയ് എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ കോഴ്സ് എന്ന് കൊടുത്തു, BSc CS ഞാൻ വാല്യൂ കൊടുത്തു, സിറ്റി കൊടുത്തു, എറണാകുളം കൊടുത്തു. ഓക്കെ, ഈവൻ ഞാൻ ഇത് ലിസ്റ്റ് മൊത്തം ഈ ഒരു മാപ്പ് ഞാൻ മൊത്തത്തിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ഔട്ട് കിട്ടും? നെയിം രാഹുൽ, നെയിം മാറിയത് കൊണ്ട് മാറിയതാണ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോറി. പിന്നെ കോഴ്സ് BSc CS, സിറ്റി പറയുമ്പോൾ ആ നെയിം ഏതാണോ നിങ്ങൾ അവിടെ കൊടുക്കുന്നത് ആ ഒരു ഔട്ട് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ ഇതിനും ഇതേപോലെ കുറെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നെയിം മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കാം. കോഴ്സ് മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കാം. പിന്നെ അതേപോലെ കീസ് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ നെയിം, കോഴ്സ്, സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേപോലെ അജയ് BSc CS എറണാകുളം എന്ന് പറയുന്നത് അതിന്റെ വാല്യൂസ് പറയുന്നത്, അതൊരു വാല്യൂ സ്ട്രക്ചർ. ഓക്കെ, കീയും വാല്യൂസ് നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് കീസ് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ കീസ് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. അതുപോലെ വാല്യൂസ് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഈവൺ ഇതേപോലെ കുറെ പ്രോപ്പർട്ടീസ് ആണ് മാപ്പിന്റെ കേസിലും വരുന്നത്. മാപ്പിന്റെയും കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോട്ട് ലെങ്ത് പറയുമ്പോൾ ആ ഒരു മാപ്പിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ലെങ്ത് പറയുന്നത്. ഈസ് എം ടി ഈസ് നോട്ട് എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞ പോലെ എം ടി ആണോ ആ തന്നിരിക്കുന്ന ഒരു മാപ്പ് എം ടി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ വരുന്നതാണ് ഡോട്ട് കീസ് ഡോട്ട് വാല്യൂസ്. ഓക്കെ, ഡോട്ട് കീസും ഡോട്ട് വാല്യൂസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ നെയിം, കോഴ്സ്, സിറ്റി എന്നുണ്ടോ അതാണ് കീ. ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇപ്പോ ഇതിൽ ഞാൻ കൊടുക്കുന്ന സ്റ്റുഡന്റ് ഡോട്ട് കീസ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തായിരിക്കും പ്രിന്റ് ചെയ്യിപ്പിക്കുക? ജസ്റ്റ് ഈ ഒരു നെയിം, കോഴ്സ്, സിറ്റി മാത്രം, അതിന്റെ കീസ് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് കിട്ടുള്ളൂ. അതേപോലെ ഡോട്ട് വാല്യൂസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതിന് കൊടുത്ത വാല്യൂസ്, ആ കീക്ക് കൊടുത്ത വാല്യൂസ് ഏതൊക്കെയാണോ ആ വാല്യൂസ് മാത്രം അവിടെ ഷോ ചെയ്യിപ്പിക്കുള്ളൂ. നമുക്ക് കാരണം കീസ് കാര്യങ്ങളൊന്നും ഷോ ചെയ്യിപ്പിക്കില്ല, വാല്യൂസ് മാത്രം നമ്മൾ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് വാല്യൂ മാത്രം ഷോ ചെയ്യിപ്പിക്കുള്ളൂ. കീസ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കീസ് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ ചോദിക്കുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് ഡോട്ട് ക്ലിയർ. ഈ ഡോട്ട് ക്ലിയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ലിസ്റ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്തു, ആ മാപ്പിന്റെ ഉള്ളിലെ എലമെന്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് ക്ലിയർ എന്നുള്ള കൊടുക്കുക. പിന്നെ ഡോട്ട് റിമൂവ് കീ എന്നുണ്ടാവും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഒരു എലമെന്റ് ഇപ്പൊ ഇതിൽ ഒരു കീ റിമൂവ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ ഇതിൽ കൊടുത്തതിൽ നെയിം അല്ലെങ്കിൽ കോഴ്സ് എന്നുള്ള ഒരു കീ എന്ത് ചെയ്യണം? എനിക്ക് റിമൂവ് ചെയ്യണം, ആ ഒരു പാറ്റേൺ എനിക്ക് വേണ്ട. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ട് കീന്ന് കൊടുത്തിട്ട് ഡോട്ട് റിമൂവ് എന്ന് കൊടുത്തിട്ട് ഏതാണോ ആ കീ, അത് ഇപ്പോ നെയിമിങ് നെയിം, കോഴ്സിങ് കോഴ്സ്, സിറ്റി ഏതാണോ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കീ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കീ നെയിം അവിടെ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു എലമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യും?
പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ഡോട്ട് റിമൂവ് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ സ്പെസിഫിക് ഏരിയയിൽ ഒരു എലമെന്റ് മാത്രം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഡോട്ട് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡ് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാം. ഈവൻ നമുക്കൊരു വേറൊരു വാല്യൂസും കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ ഏജ് കൊടുക്കണം, ഇതിലൂടെ നമുക്ക് ഏജും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏജ് പറഞ്ഞിട്ടുള്ള ഒരു ഏജ് പറഞ്ഞൊരു കീയും അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒന്നും കൂടെ ഒരു എക്സ്ട്രാ ഫീൽഡും കൂടി കയറി പോകും. ബട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ഇപ്പൊ നമ്മൾ ഇതിലൊരു ഏജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഏജ് എന്നുള്ളൊരു നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏജ് കൊടുക്കുന്ന സമയത്ത് ഏജ് എന്തായിരിക്കും, ഒന്നല്ലെങ്കിൽ ഒരു ഇന്റീജർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്പർ വാല്യൂ ആയിരിക്കും. ഓക്കെ, ആ ടൈമിൽ നമ്മളിവിടെ സ്ട്രിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാപ്പിന്റെ ഉള്ളിൽ രണ്ട് ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ സ്ട്രിങ്ങും സ്ട്രിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏജ് കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കീ കൊടുക്കുന്ന സമയത്ത് ഏജ് എന്ന് കൊടുത്തു, അത് ഡബിൾ കോട്ട്സിൽ തന്നെ കൊടുത്തു. റൈറ്റ് സൈഡിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പൊ ഏജ് 32 ആണെന്നുണ്ടെങ്കിൽ 32 സിംഗിൾ ഓർ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കുക. കാരണം നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഡബിൾ കോട്ട്സ് ഓർ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യണം. അതെല്ലാം നിങ്ങൾക്ക് വേണ്ട, കോഡ്സ് അല്ലാതെ ക്ലിയർ 29 അല്ലെങ്കിൽ 32 എന്നുള്ള ഏജ് ആണ് നിങ്ങളുടെ ഏജ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏജ് കൊടുക്കുന്ന സമയത്ത് എന്ത് വേണം, അവിടെ ഡാറ്റ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം സ്ട്രിങ്ങിൽ ക്യാരക്ടർ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രിങ് മാറ്റിയിട്ട് ഡൈനാമിക് ആക്കി കൊടുക്കും. കാരണം ഡൈനാമിക് ആക്കി കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നമ്പർ പറയുമ്പോൾ ഇപ്പൊ ഏതാണോ നിങ്ങളുടെ ഏജ് ആ ഒരു നമ്പർ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് സ്ട്രിങ് പറയുമ്പോൾ ഡൈനാമിക് പകരം സ്ട്രിങ് നമ്പെന്നാ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ട്രിങ് ഇൻഡെന്നാ കൊടുക്കുന്നുണ്ടെങ്കിൽ, കാരണം നെയിം ഉണ്ട്, നെയിമിന്റെ വാല്യൂ എന്താ, ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ നം കൊടുക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കോഴ്സ് അതിന്റെ വാല്യൂ പറയുന്നത് എന്താണ്, ഒരു വാല്യൂ പറയുന്നത് സ്ട്രിങ് ടൈപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഒരു ക്യാരക്ടർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ സ്ട്രിങ്ങിന് പകരം നമ്മ ഇൻഡ് കാര്യങ്ങളും വാറ് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ഡൈനാമിക് തന്നെ യൂസ് ചെയ്യണം. കാരണം നമുക്ക് അവിടെ എല്ലാ ടൈപ്പ് ഡാറ്റ ടൈപ്പും സപ്പോർട്ട് ചെയ്യണം. വാല്യൂസ് കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡൈനാമിക് വേണം കൊടുക്കാൻ. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ എം ടി ആണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എം ടി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു നെയിം ഡോട്ട് ഈസ് എം ടി ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ അത് എം ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ എന്ന് കാണിക്കും. അതേപോലെ തന്നെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈസ് നോട്ട് എം ടി എന്ന് കൊടുത്തു, അത് എം ടി അല്ല, എം ടി ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എം ടി അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, അത് എം ടി അല്ല എന്ന് നമുക്ക് അവിടെ ഷോ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു യൂസർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കീ, യൂസറിന്റെ കീ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കീ കാര്യങ്ങൾ മാത്രം. ഇപ്പൊ കണ്ടോ, നെയിം സിറ്റിന്ന് മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. കാരണം ആ ഒരു കീ വാല്യൂ മാത്രം നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പ്രിന്റ് യൂസർ വാല്യൂ പറയുമ്പോൾ ജസ്റ്റ് ആ നെയിമും അതിന്റെ പ്ലേസും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക. ഈവൻ ലിസ്റ്റിലായാലും മാപ്പിലായാലും ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡ് ഡാറ്റ ഗെറ്റ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. സ്റ്റാറ്റിക് ടൈമിൽ നമ്മൾ നമ്മുടെ ഡാറ്റാബേസിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കോഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാനും നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് വെച്ച് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമുക്ക് ഡാറ്റ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഡാറ്റ ടൈപ്പ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, പി പി ടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അറിയാൻ പറ്റും. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മാത്സ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൽ ഈക്വൽ ടു നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താവില്ല, ഈക്വൽ ആവില്ല.
നമ്മൾ കോഡിംഗ് ബേസിൽ വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഈക്വൽ ആവില്ല. അതെന്ത് ചെയ്യും, ആ സെയിം രീതിക്കായിരിക്കും നമുക്ക് പോവാം. ഈക്വൽ ടു നമ്മൾ രണ്ട് ഈക്വൽ ഇടുമ്പോഴേ അതെന്ത് ചെയ്യുള്ളൂ, ചെക്കിന്റെ രീതിക്ക് ഈക്വൽ ആണോ എന്നുള്ള രീതിക്ക് നമ്മൾ ചെക്കിന്റെ രൂപത്തിൽ വരുള്ളൂ. ഈവൻ സിംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് എന്താ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ മറ്റൊരു ഡാറ്റയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ഒരു രീതിക്കാണ് സിംഗിൾ ഈക്വൽ എന്നുള്ള ലെവലിനെ വരിക. ഓക്കെ, ഈവൻ ഗ്രേറ്റർ ദാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ എടുക്കണം, എ ഗ്രേറ്റർ ദാൻ ബി, ഏക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ള ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതൊക്കെ യൂസ് ചെയ്യുക. ഒരു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ലിസ്റ്റിന്റെ ലെങ്ത് ഈക്വൽ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ് കോഡിങ്ങിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഈവൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ആൻഡ് ഉണ്ടാവും, ഓർ ഉണ്ടാവും, നോട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രം അടുത്തൊരു പേജിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, നോട്ട് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈവൻ ആ ഒരു കണ്ടീഷൻ വർക്കിംഗ് ആണോ അല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണോ അല്ലെങ്കിൽ നോട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോകണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട് നമ്മൾ കൂടുതലും കണ്ടീഷൻ ടൈമിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ റിയൽ ടൈം സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഒക്കെ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നോട്ട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് കൂടുതലും ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു ലെങ്ത് ഈക്വൽ ആണോ അല്ലയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത് പോകാനുള്ളത് ലൂപ്സ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഡാറ്റ ടൈപ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഓപ്പറേറ്റേഴ്സ്, ഡാറ്റ ടൈപ്സ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യങ്ങൾ ഞാൻ ക്ലിയർ കട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, സോൾവ് ചെയ്ത് തരാം. ഇപ്പൊ ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു വാല്യൂ കൊടുക്കേണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, എന്തെങ്കിലും ചാറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇന്ന് ചാറ്റിലിട്ടാൽ മതി, ഞാൻ ജസ്റ്റ് നോക്കി ഞാൻ പറഞ്ഞുതരാം. ഈവൻ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്ത കോൺസെപ്റ്റ് പറഞ്ഞാൽ ലൂപ്പ് ആൻഡ് കണ്ടീഷൻസ് ആണ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ലൂപ്പ്, എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെന്റേഷൻ സമയത്ത് നമുക്ക് കുറെ കോൺസെപ്റ്റ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻസ്, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഷോ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ഷീറ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറെ ലൂപ്സ് പറയുമ്പോൾ തന്നെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനെ കുറെ ലൂപ്സും വരാറുണ്ട്. ഈവൻ കോമൺലി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറയുമ്പോൾ ഷോ ചെയ്യിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒരു സിന്റാക്സ് ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മളിപ്പോ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ അത് ട്രൂ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു സിന്റാക്സ് കൊടുത്ത് കാണാം, ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണോ കണ്ടീഷൻ വേണ്ടത്, ഇപ്പൊ നമ്മൾ ഒരു മാർക്കിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഏജിന്റെ ബേസിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ഫോർ വോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ ഏജ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏജ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഇന്ത്യ ഏജ് ഈസ് ഈക്വൽ ടു 20. ഇന്ത്യ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ നമ്പേഴ്സ് മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇൻഡിവിജ്വൽ നമ്പേഴ്സ് മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡ് കൊടുത്ത്. ഈവൻ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഈവൻ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കോഡിൽ കൊടുക്കുന്നത് ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് വേണ്ടി വരിക. ഇന്ത്യ ഏജ് ഈസ് ഈക്വൽ ടു 20 എന്ന് ഞാൻ കൊടുത്തു. പിന്നെ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ് എലിജിബിൾ ഫോർ വോട്ട് എന്നുള്ള ഒരു പ്രിന്റിംഗ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു സിമ്പിളാ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സിന്റാക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു സിംഗിൾ കണ്ടീഷൻ, അത് അപ്പൊ ഒരു കണ്ടീഷൻ കൊടുത്തു, അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോ
പ്രിന്റ് ചെയ്യിപ്പിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ ജസ്റ്റ് ഇതാണ് അതിന്റെ സിന്റാക്സ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വരുന്നതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിന്റാക്സ് ഫോർമാറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൺ ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണോ അല്ലയോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, നമുക്ക് വേറെ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ പറയുമ്പോൾ ഈവൻ ആ ഒരു കണ്ടീഷൻ ട്രൂ ആയില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കൊടുക്കണം മാർക്ക് 40, ഇപ്പൊ ഒരു കുട്ടി 40ന്റെ മേലെ 40 ആണ് എടുത്തിരിക്കുന്നത്, ഞാൻ കൊടുക്കുന്നത് 40ന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 40യുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഫെയിലും 40ന്റെ മേലെയാണെങ്കിൽ പാസ് എന്നുള്ള ഒരു 50യുടെ മേലാണെന്നുണ്ടെങ്കിൽ പാസും, അതല്ലെങ്കിൽ എന്താണ് താഴെയാണെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്നുള്ള ലെവലാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടീഷൻ, ഇപ്പൊ ഒരു പേജിലേക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പേജ് ലോഗിൻ ചെയ്തു, അപ്പൊ നമ്മൾ ആ ഒരു യൂസർക്ക് നമ്മൾ കൊടുക്കാണ്, ആ ഒരു യൂസർ പേജ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൊടുക്കുന്ന രീതി. ആ ഒരു ടൈമിൽ നമ്മളൊരു ബൂളിയൻ വാല്യൂ പറയുമ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കും, ആ ഒരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാസ് ചെയ്യാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ രീതിക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു രീതിക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൊടുക്കാം. ഇപ്പോ നമ്മളൊരു സെക്ഷൻ സൈസ് കൊടുക്കുകയാണ്, ഇപ്പോ 20, 40, 60 എന്നുള്ള ഒരു റേഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പാസ് മാർക്ക്, പിന്നെ ആവറേജ്, ബെറ്റർ, ഗ്രേറ്റ്, ആ ഒരു രീതിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ കണ്ടീഷൻസ് കൊടുക്കണ്ടേ. ഈവൺ ആ ഒരു കണ്ടീഷൻ ബേസിൽ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഇഫ് ഉപയോഗിക്കുക. ഓക്കെ, ആ ഒരു ടൈമിൽ വരുന്ന സമയത്ത് ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, ആ ഒരു കണ്ടീഷൻ വർക്ക് പറയുമ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷന്റെ എന്താണോ ബേസിൽ വരുന്നത് അത് റിട്ടേൺ ചെയ്യും. എൽസ് ഇഫ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വേറൊരു കണ്ടീഷൻ കൊടുക്കാം, ആ ഒരു കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അത് റിട്ടേൺ ചെയ്യാം, ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന വാല്യൂ റിട്ടേൺ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എൽസ് ഇഫ് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു ചെക്കിങ് നടക്കും, ആ ഒരു ചെക്കിങ്ങിൽ നമുക്ക് എന്താണോ നടക്കുന്നത് ആ ഒരു രീതിക്കുള്ളതായിരിക്കും അവിടെ റിട്ടേൺ ചെയ്യാം, ആ ഒരു രീതിക്ക്. പിന്നെ എൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ് ഇതെല്ലാം അപ്പൊ കൊടുത്ത കണ്ടീഷൻ ഒന്നും ട്രൂ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലാസ്റ്റ് ഫോൾ പറയുമ്പോൾ എൽസ് ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ സ്റ്റേറ്റ്മെന്റ്. നെസ്റ്റഡ് ഇഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അതിൽ ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കണ്ടീഷന്റെ ഉള്ളിൽ വീണ്ടും വേറൊരു കണ്ടീഷൻ ചെക്കിങ് കൊടുക്കാൻ പറ്റും നമുക്ക് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം, ഈ കണ്ടീഷൻ 1 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും ഇപ്പൊ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഡബിൾ എമൗണ്ട് ഈക്വൽ ടു 600 എന്ന് കൊടുത്തു, പിന്നെ സിറ്റി ഈക്വൽ ടു കൊച്ചി എന്ന് കൊടുത്തു. ഈവൻ ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ നെസ്റ്റഡ് ഇഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുന്ന സമയത്ത് ഇപ്പോ എമൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമല്ലാണ്ട് ഏതാണ് സിറ്റി എന്നും കൂടെ ചെക്ക് ചെയ്യണം. രണ്ട് കണ്ടീഷൻ ഞാൻ അറ്റ് എ ടൈം ചെക്ക് ചെയ്തതിന് ശേഷം ആ രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പറയുമ്പോൾ ആ ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന പ്രിന്റ്, ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി അവൈലബിൾ ഇൻ കൊച്ചി എന്നാണ്. അപ്പൊ കൊച്ചിയാണ് അതിൽ രണ്ടാമത്തെ ചെക്കിങ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും പ്രിന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ നോട്ട് അവൈലബിൾ എന്നുള്ള ഒരു പ്രിന്റിങ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇത് രണ്ടും വർക്കിംഗ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ആയിട്ട് പറയുമ്പോൾ ആ ഫസ്റ്റത്തെ ഇഫ് കണ്ടീഷന്റെ എൽസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, പറയുമ്പോൾ അതായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ വരുന്നത്. ഓക്കെ, പിന്നെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ യൂസ് ചെയ്തതിലാണെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും ചെക്ക് ചെയ്യും, എല്ലാ സ്റ്റേറ്റ്മെന്റും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഔട്ട് കാര്യങ്ങൾ വരും. പക്ഷെ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, ആ ഒരു കണ്ടീഷൻ എവിടെ വെച്ച് ബ്രേക്ക് ആവും എന്നാണ് പറയുമ്പോൾ അത് എവിടെയാണോ ട്രൂ ആവുന്നത്, ഇപ്പൊ ഓപ്ഷൻ 1 എന്നുള്ള അവിടെയാണോ ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ അതെന്താണ് അവിടെ വെച്ച് ബ്രേക്ക്, പിന്നെ അടിയിലുള്ളതൊന്നും ചെക്ക് ചെയ്യത്തില്ല. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമ്മളിപ്പോ കൊടുത്ത കണ്ടീഷൻ എവിടെ വെച്ചാണോ ട്രൂ ആയി മാറുന്നത് അവിടെ വെച്ച് അത് അവിടെ ബ്രേക്ക് ആവും. അതിനുശേഷം ആ ഒരു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്തില്ല പറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഈവൻ നമ്മുടെ അവിടെ കണ്ടീഷൻ ട്രൂ ആയ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഒരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഗ്രേഡ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഗ്രേഡ് സ്വിച്ച് ഗ്രേഡ് എന്താണോ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷന്റെ ആ ഒരു വേരിയബിൾ ഞാൻ ബിനെ ഗ്രേഡ് എന്നുള്ള ഒരു വേരിയബിളിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗ്രേഡ് എന്നുള്ളതാണ് അവിടെ ചെക്ക് കൊടുത്തത്. കേസ് എ എന്ന് കൊടുത്തിട്ട് പ്രിന്റ് എക്സലന്റ് കൊടുത്തു. അപ്പോൾ എ എന്നാണ് ഗ്രേഡ് എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് എക്സലന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്രേക്ക് കൊടുത്തു. പിന്നെ കേസ് ബി പ്രിന്റ് ഗുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബി ആണ് വരുന്നുണ്ടെങ്കിൽ ഗുഡ് എന്നുള്ള ലെവലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും ബ്രേക്ക് എടുത്ത് ബൈ ഡിഫോൾട്ട് പറയുമ്പോൾ ഡിഫോൾട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, ഇത് മൂന്നും അല്ല, ഇപ്പൊ കൊടുത്ത കേസുകളൊന്നും അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബൈ ഡിഫോൾട്ടിൽ എന്താണോ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രിന്റിംഗ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് ഷോ ചെയ്യിപ്പിക്കുക. ഓക്കെ, ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഈവൻ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഒന്നും ചെക്കിങ് അല്ല, കാരണം ചെക്കിങ് കൊടുത്താൽ ഒന്നും വാലിഡ് അല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൽ ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, ഡിഫോൾട്ട് എന്താണോ നമ്മൾ കൊടുത്ത പ്രിന്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ അവിടെ കൊടുക്കുന്ന കാര്യം അതായിരിക്കും പ്രിന്റ് ചെയ്ത് തരിക. ഓക്കെ, അങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വരിക. സ്വിച്ച് സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ചെക്ക് ചെയ്യും. ഈവൻ നിങ്ങൾ കൊടുത്ത എല്ലാ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ആവറേജ് കാണുന്നുണ്ട്, ഗുഡ് ആണ്, എക്സലന്റ് ആണ്, ബിലോ ആവറേജ് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അതിനൊരു ഔട്ട് കിട്ടുക. പക്ഷെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല. ഈവൺ എവിടെ വെച്ചിട്ടാണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി മാറുന്നത്, ആ ഒരു കൊടുക്കുന്ന കണ്ടീഷൻ എവിടെ വെച്ചിട്ടാണോ ട്രൂ ആയി മാറുന്നത് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, അവിടെ വെച്ച് ബ്രേക്ക് ആവും. അതിനുശേഷം എന്ത് ചെയ്യില്ല, ഇത് വീണ്ടും എക്സിക്യൂഷനെ പോല അവിടെ വെച്ചിട്ടാണ് ആ ഒരു കാര്യം ബ്രേക്ക് ആവുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ കൂടുതൽ ഫർദർ കാര്യങ്ങൾക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് കാരണം അത്രയും ടൈം നമുക്ക് കുറഞ്ഞു കിട്ടും. ഓവർ ടൈം ഉണ്ടാവില്ല, ജസ്റ്റ് കുറച്ച് ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഈവൻ അത്രയും കണ്ടീഷൻസ് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈവൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 2 സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഓക്കെ, ഹലോ.
ആരും ചാറ്റ് ബോക്സിലൊന്നും കണ്ടല്ല. ജസ്റ്റ് ഞാൻ ലൂപ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിപ്പീറ്റേഷൻ വേണം. ആ ഒരു റിപ്പീറ്റേഷൻ കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പൊ ഒരു 1 മുതൽ നമുക്കൊരു 100 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. നമ്മൾ പ്രിന്റ് 1, പ്രിന്റ് 1, അല്ല പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3 എന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കുന്ന പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ലൂപ്പ് കണ്ടീഷന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് നമുക്ക് ഒരു 100 അല്ലെങ്കിൽ 1000 വരെ നമുക്ക് എത്രയാണോ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അതിനാണ് നമ്മൾ കൂടുതൽ ലൂപ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈവൺ അതിന്റെ ഒരു സിന്റാക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. സിന്റാക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളതൊന്ന് ഇനീഷ്യലി ചെയ്യണം. നമുക്ക് എവിടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ ലിസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നാണ് ഇപ്പൊ അതിനൊരു ലൂപ്പ് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇപ്പോൾ 100 to 100 വരെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളതൊന്ന് ഇനീഷ്യൽ ചെയ്തു. ജസ്റ്റ് ഇന്റെ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ഗ്രേറ്ററിന് എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ കൊടുത്തു. ഈവൻ കണ്ടീഷൻ പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഈവൺ ഐ ഗ്രേറ്റർ ദാൻ 5 പറയുമ്പോൾ എനിക്കിപ്പോ 5 കുറവാണ്, 5 അല്ലെങ്കിൽ 5 കുറവ് എന്നുള്ള രീതിക്ക് ഞാൻ കൊടുത്തു. നിങ്ങൾ 100 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 ആണെന്നുണ്ടെങ്കിൽ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 100 കൊടുക്കാം. പിന്നെ വേണ്ടത് ഇൻക്രിമെന്റ് ആണ്. അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ പ്ലസ് പ്ലസ് കൊടുത്തു പറയുമ്പോൾ ഈവൻ ഐ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐ പ്ലസ് പ്ലസ് ഈവൻ അതൊന്നും എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. പക്ഷെ ഐ 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ ഇൻക്രിമെന്റ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ അതാണ് അതിന്റെ ഒരു സിന്റാക്സ് എന്ന് പറഞ്ഞാൽ. ലൂപ്പിന്റെ ഒരു സിന്റാക്സ് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ സിന്റാക്സ്. ഓക്കെ, ആദ്യം നമ്മൾ അത് ഇനീഷ്യൽ ചെയ്യണം, പിന്നെ അത് കണ്ടീഷൻ, പിന്നെ ഇൻക്രിമെന്റ്, പിന്നെ അതിന്റെ എന്താണോ വേണ്ടത് നമ്മൾ റിട്ടേൺ ചെയ്ത് നമ്മളവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഷോ ചെയ്യിപ്പിക്കുക ചെയ്യും. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഒരു ഫോർമാറ്റ്, സിന്റാക്സ് ഫോർമാറ്റ് പറയാം. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യം അത് ഇനീഷ്യൽ ചെയ്യണം, പിന്നെ അതിന് എന്താണോ വേണ്ട കണ്ടീഷൻ അത് കൊടുക്കുന്നു, പിന്നെ അതിന് എന്താണ് സംബന്ധിച്ചത് അപ്ഡേറ്റ് എന്താണോ നടക്കുന്നത് ആ ഒരു അപ്ഡേഷൻ ആണ് ലാസ്റ്റ് തേർഡ് വൺ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈവൻ ലൂപ്പ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. ഈവൻ കുറെ ലൂപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈവൻലി വൈൽ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, ഈവൻ കൂടുതൽ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. ഓക്കെ, ഈവൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ കോഡ് ചുരുക്കാൻ വേണ്ടിയിട്ടും പിന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈവൻ നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും. ഈവൻ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് കോഡിൽ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുമ്പോൾ അത്രയും ലെങ്ത് വേണ്ട, നമുക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ആണ്. ജസ്റ്റ് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുക, ആ ഇൻഡെക്സ് കൂടിക്കൊണ്ട് വരുന്നതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെല്ലാം ഈ ഒരു അപ്ഡേഷൻ വേണോ അവിടെയൊക്കെ നമുക്ക് കോൾ ചെയ്തെടുക്കാൻ നമുക്കൊരു സിംഗിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ കോഡ് ചുരുക്കാനും പിന്നെ മാനേജ് ചെയ്യാനും എല്ലാം എളുപ്പത്തിൽ പറ്റും. അതിനാണ് നമ്മൾ കൂടുതലും ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാറ്. ഓക്കെ, ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒരു ബേസിക് സിന്റാക്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ടത്, ആദ്യം ഒരു റിട്ടേൺ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, റിട്ടേൺ വാല്യൂ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇവൻ എന്താണോ നിങ്ങളുടെ ഡാറ്റ ടൈപ്പ് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ഫങ്ഷൻസ് ആണോ നടക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണോ പ്രൊസീജിയർ നടക്കുന്നത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു ഡാറ്റ പറയുമ്പോൾ ഏത് ഡാറ്റ ടൈപ്പ് ആണോ നിങ്ങൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്റ് സം ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. ഇന്റ് സം ബാക്ക് എൻഡ് ഉള്ളിൽ നമുക്ക് എന്താ ഇന്റ് എ ഈക്വൽ ടു 20, ഇന്റ് ബി ഈക്വൽ ടു 30, ഇന്റ് ടോട്ടൽ എ പ്ലസ് ബി എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ബേസിക്കിലാ, കാരണം ഇന്റ് ആണ് അവിടെ വരുന്ന റിട്ടേൺ വാല്യൂ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഒരു ഫംഗ്ഷൻ നെയിം, ഈവൻ സമ്മിന് പകരം നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ നെയിം വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ആർഗ്യുമെന്റ് ഡാറ്റ ടൈപ്പ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 2-3 രീതിക്ക് ചെയ്യാണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈവൻ കറന്റ് ഇതൊരു പറയുമ്പോൾ സിമ്പിൾ ഫംഗ്ഷൻ ടൈപ്പ് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് പറയാം. അതാണ് അതിന്റെ ഒരു സിന്റാക്സ് എന്ന് പറഞ്ഞത്. ഈവൻ നമുക്കത് പറയുന്ന സമയത്ത് 2-3 ടൈപ്പ് രീതിക്ക് പറയാം. ഈവൻ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ചില ഫംഗ്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ അതിന്റെ വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. ഈവൻ ആ സമയത്ത് നമുക്ക് റിട്ടേൺ ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ആൻഡ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫംഗ്ഷൻ അത് റിക്വേർഡാ, കാരണം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു റിട്ടേൺ പറയുമ്പോൾ വാല്യൂസ് റിട്ടേൺ ചെയ്യും, അതിന് വേണ്ട പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ആൻഡ് നോ പാരാമീറ്റേഴ്സ്. ആ സമയത്ത് എന്ത് ചെയ്യും, വാല്യൂന്റെ നമ്മളിപ്പോ ഒരു എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യും, അതിനൊരു ഇപ്പോ നമ്മൾ സം ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു
10+20 എന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ നടക്കേണ്ട കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, അതിന്റെ സമ്മ് റിട്ടേൺ ചെയ്യുള്ളൂ. നമ്മൾ ആ സമ്മ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഷോ ചെയ്യിപ്പിക്കുക. ഓക്കെ, ആ ഒരു രീതിക്കാണ്. അതേപോലെ തന്നെ ഫംഗ്ഷൻ വിത്ത് നോ റിട്ടേൺ ആൻഡ് വിത്ത് പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് വെച്ച് സ്പെസിഫൈ ചെയ്യും, റിക്വയർഡ് ചെയ്ത് കൊടുക്കും. ആ ഫംഗ്ഷൻ വിളിക്കുന്ന അവിടെ എന്ത് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ കൊടുക്കും. അതേപോലെ വിത്ത് നോ റിട്ടേൺ ആൻഡ് നോ പാരാമീറ്റേഴ്സ് പറയുന്ന ആ സമയത്ത് വാല്യൂസ് ആ ഫംഗ്ഷൻ എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്കൊന്നും പാരാമീറ്റേഴ്സ് പറയുമ്പോൾ വാല്യൂസ് കാര്യങ്ങൾ പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് പറഞ്ഞ വിത്ത് റിട്ടേൺ വാല്യൂ ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഈ ഒരു ഫംഗ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നില്ല. ആ ഫംഗ്ഷൻ എന്താണോ നടക്കുന്നത് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു, ആ ഒരു ഫംഗ്ഷൻ എവിടെയാണോ നമ്മൾ അത് കോൾ ചെയ്യുന്നത് അവിടെ അത് എക്സിക്യൂഷൻ ചെയ്യും. അല്ലാതെ അവിടെ നിന്ന് എന്താണ് ഒരു കാര്യം റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇത് ജസ്റ്റ് വിത്തൗട്ട് ആർഗ്യുമെന്റ്. അതുപോലെ നമുക്ക് ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, വേർഡ് സം എന്നുള്ള ഫംഗ്ഷന്റെ ഉള്ള ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വേണം നമ്മൾ കൊടുത്തിട്ടില്ല. ഇവൻ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം അതെല്ലാം നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ സ്പെസിഫൈ ചെയ്തു. ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇന്ത്യ എ സിക്കൽ 10 കൊടുത്തു, ഇന്ത്യ ബി സിക്കൽ 20, നമുക്കൊന്ന് 2 വേരിയബിൾക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തു, എന്നിട്ട് അതിന്റെ ടോട്ടൽ കണ്ടിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, മെയിനിൽ കോൾ ചെയ്തു. അപ്പോൾ അതിന്റെ ഔട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു ടൈമിൽ നമുക്ക് എന്തില്ല, ഒരു ആർഗ്യുമെന്റ് കൊടുക്കണം എന്നില്ല. പറയുമ്പോൾ വാല്യൂസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത ആ ഫംഗ്ഷനിക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം എന്നില്ല. ഓക്കെ, റിട്ടേൺ അതൊന്നും ഇത് ടോട്ടൽ ചെയ്തതിന്റെ റിട്ടേൺ മാത്രം എനിക്ക് മതി എന്നുള്ള ഒരു റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ആ ഒരു രീതിക്കാണ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്യുക. ഈവൻ നമുക്കൊരു ആർഗ്യുമെന്റിൽ വരുമ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് ഉണ്ട്, പക്ഷെ റിട്ടേൺ വാല്യൂ വേണ്ട. ആ ഒരു ഫംഗ്ഷൻ മാത്രമായിട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേർഡ് സം അവിടെ ഇന്ത്യ എ ഇന്ത്യ ബി എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്പിന്റെ ഉള്ളിൽ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എ ബി എന്നുള്ള ഒരു പൊസിഷൻസ് കൊടുത്തു. ഓക്കെ, പറയുമ്പോൾ 1 2 അല്ലെങ്കിൽ 0 1 എന്നുള്ള ഒരു പൊസിഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അത് എന്ത് ചെയ്തു, മേലെ ആ ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് സമ്മ് എ കോമ ബി എന്നുണ്ടോ, അവിടെ നമ്മൾ എക്ക് ഞാൻ 30 ബിക്ക് 20 ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമ്മിന്റെ ഉള്ളിൽ തന്നെ ആ വാല്യൂസ് കൊടുക്കാം. എ ഈക്വൽ ടു 30 കൊടുക്കുക, പറയുമ്പോൾ ബി ഈക്വൽ ടു 20 ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിക്ക് നമ്മൾ എന്ത് വാല്യൂ ആണോ ഇൻപുട്ട് ചെയ്യണേ അതിന്റെ സം ചെയ്തിട്ടുള്ള എന്ത് ചെയ്യും, പ്രോഡക്റ്റ് നമുക്ക് പറയുമ്പോൾ ഔട്ട് നമുക്ക് കാണിക്കും. ആ സമയത്ത് അങ്ങനെയാണ് എന്ത് ചെയ്യാം, ആർഗ്യുമെന്റ് റിക്വയർഡ് ചെയ്ത് തരുന്ന സമയത്ത് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് റിക്വയർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്തോ അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കേണ്ട ടൈം വരും. ഓക്കെ, അതേപോലെ തന്നെ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ ആ ഒരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ ഇപ്പൊ ഇന്ത്യ സം ഇന്ത്യ എ ഇന്ത്യ ബി പറയുമ്പോൾ ഇന്ത്യ എന്നുള്ള ഡാറ്റ ടൈപ്പ് എ എന്നുള്ള വേരിയബിൾ നമുക്ക് ആ ഒരു രീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സമ്മിന്റെ അവിടെ എന്ത് കൊടുക്കണ്ടേ, ആ ഒരു വാല്യൂ നമുക്ക് അവിടേക്ക് എന്താണോ കൊടുക്കുന്നത്. ഇപ്പൊ 10 വരെയെങ്കിൽ 20 കൊടുക്കാം, 20 വരെ 30 കൊടുക്കണമെങ്കിൽ അത് രണ്ടിന്റെ സമ്മായിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. ആ ഒരു സമയത്ത് സമ്മ് നമ്മൾ കോൾ ചെയ്യുന്നത്, സമ്മ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും പ്ലസ് ചെയ്ത് ആ ഫംഗ്ഷൻ എന്താണോ നടക്കുന്നത്, ഇപ്പൊ ഈ 2 വാല്യൂ കൊടുത്ത് ആ 2 വാല്യൂ വെച്ചിട്ട് എന്ത് ഫംഗ്ഷൻ ആണോ അവിടെ നടക്കുന്നത് അതിന്റെ വാല്യൂന്റെ റിസൾട്ടിന് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ആ ഒരു റിട്ടേൺ ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ. ഈ ഒരു ടൈമിൽ 2 റിക്വയർഡാ, കാരണം നമ്മൾ സമ്മിന് 2 പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്, സമ്മിന്റെ ഉള്ളിൽ 2 പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ എ ഇന്ത്യ ബി എന്നുള്ള 2 പൊസിഷൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് അവിടെ കൊടുക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള ഒരു ഔട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനില്ല. അപ്പൊ വിത്തൗട്ട് ആർഗ്യുമെന്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഡാറ്റാസ് കൊടുക്കണ്ട, ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പെസിഫൈ ചെയ്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ ഡാറ്റാസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ഫംഗ്ഷൻ പറയുമ്പോൾ ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ പറയുമ്പോൾ ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കണ്ട, ഇൻപുട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് എന്താണോ നമുക്ക് ഔട്ട് കിട്ടുന്നത് ആ ഒരു റിട്ടേൺ വാല്യൂ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി എന്നുള്ള ലെവലാണ്. ആ ഒരു രീതിക്ക് ചെയ്യുന്നതിനാണ് വിത്തൗട്ട് ആർഗ്യുമെന്റിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ആ സമയത്ത് എന്ത് ചെയ്യും, വിത്ത് റിട്ടേൺ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് വാല്യൂസ് അവിടെ എന്ത് ഫംഗ്ഷൻ നടന്നോ ആ ഫംഗ്ഷന്റെ സമ്മിന്റെ എന്താണോ സമ്മ് കിട്ടിയ ആ ഒരു റിട്ടേൺ എന്ത് ചെയ്യും, വാല്യൂ റിട്ടേൺ ചെയ്യും. ആ ഒരു റിട്ടേൺ ചെയ്ത വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താണോ ഫംഗ്ഷന്റെ ടോട്ടൽ കിട്ടുന്നത് അതായിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഷോ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതാണ് ബേസിക്സ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വരേണ്ട കാര്യങ്ങൾ എന്താ പറയുമ്പോൾ എന്താണ് ഡാറ്റ ടൈപ്സ്, കാര്യങ്ങൾ എന്താണ്, എത്ര ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഓരോ ഡാറ്റ ടൈപ്പ് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം,
ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചാലും ഇപ്പോൾ ആർഗ്യുമെന്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും പാരാമീറ്റേഴ്സിൽ ഉള്ളതാണെന്നുണ്ടെങ്കിലും വിത്തൗട്ട് പാരാമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും വിത്ത് റിട്ടേൺ വാല്യൂ ആണെന്നുണ്ടെങ്കിലും പിന്നെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താ പറയാ ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരേണ്ട കാര്യങ്ങൾ വരിക. ഓക്കെ, ഇപ്പോൾ ഡാർട്ടിന്റെ കേസിൽ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. കാരണം ഡാർട്ട് നമുക്ക് കറന്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫങ്ഷൻസിന്റെ കാര്യം, പിന്നെ സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്സ്, ഡാറ്റ ടൈപ്സ്, പിന്നെ വേരിയബിൾസ്. ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ള കുറെ കോൺസെപ്റ്റ് കാര്യങ്ങളും ഇതെല്ലാം കൂടി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോഡിൽ ഇംപ്ലിമെന്റേഷൻ വരിക. അത് നമുക്ക് ലോജിക് ബേസിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കും. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയും. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ, ഡാർട്ട് പറയുമ്പോൾ ഡാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ചോദിക്കും. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പാരാമീറ്റേഴ്സിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങളൊരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു, വോയിഡ് സം. ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ സെലിബ്രേഷന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു. ഇൻഡ് എ ഇസിക്കൽ ടു 10 ആൻഡ് ഇൻഡ് ബി ഇസിക്കൽ ടു 20 എന്ന് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് വാല്യൂ അസൈൻ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ കണ്ടിട്ട് എന്ത് ചെയ്തു, അത് പ്രിന്റ് ചെയ്തു. നമ്മൾ അത് അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, അത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിക്ക് നമ്മളത് കോൾ ചെയ്തെടുത്തു. സം എന്നുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തെടുത്തു. ഓക്കെ, ആ ഒരു കോളിങ്ങിൽ അവിടെ എന്താണോ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണോ എക്സിക്യൂഷൻ നടക്കുന്നത് ആ ജസ്റ്റ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ആ ഒരു ടൈമിൽ ഇവിടെ നമുക്ക് വിത്തൗട്ട് ആർഗ്യുമെന്റ് അതിന്റെ വിത്തൗട്ട് റിട്ടേൺ വരിക. ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഫംഗ്ഷനിക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണലി നമുക്ക് വേറെ ഒരു കാര്യങ്ങളും കൊടുക്കേണ്ടതില്ല. ഈവൻ നമുക്കത് വിത്ത് ആർഗ്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂസ് കൊടുക്കുക. ഈവൻ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നമ്മൾ ഓരോ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തും പറയുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യലോ, ഇൻപുട്ട് കാര്യങ്ങൾ ചേഞ്ച് ആവുമല്ലോ. ഇപ്പോ 20 30 എന്നുള്ള ഒരു സമ്മാണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇപ്പൊ സമ്മ് എ ബി എന്നുള്ള അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം 20 ഓർ 30 കൊടുക്കാം. ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊരു വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 50 60 എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ആ ഒരു പാരാമീറ്റേഴ്സ് റിക്വേർഡ് വരുന്ന ടൈം അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ടൈപ്സ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷനെ ഇത്രയും കാര്യങ്ങൾ ആ ഈ ഫംഗ്ഷന് വേണ്ട ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ റിക്വേർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് വിത്ത് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ വിത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷന് വേണ്ട കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് നമ്മൾ എക്സ്റ്റേണലി ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഫംഗ്ഷനിക്ക് നമുക്ക് ഇപ്പൊ ഒരു ഫംഗ്ഷൻ നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടീഷൻ അവിടെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇത് റിക്വേർഡ് ആവും, പാരാമീറ്റേഴ്സ് റിക്വേർഡ് ആവും. അവിടെ രണ്ട് പൊസിഷൻ വരും. ആ രണ്ട് പൊസിഷനിൽ എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഒരു സമ്മിങ്ങിനെയാണ് നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് നിങ്ങൾ അതിൽ റിക്വേർഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനാണ് പാരാമീറ്റേഴ്സ് റിക്വേർഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ആർഗ്യുമെന്റ് പറയുമ്പോൾ അതായത് വിത്ത് പാരാമീറ്റേഴ്സ് പറയുമ്പോൾ അവിടെ റിക്വേർഡ് ആണ്, പാരാമീറ്റേഴ്സ് റിക്വേർഡ് ആണെന്നാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് വിത്തൗട്ട് ആർഗ്യുമെന്റ് പറയുമ്പോൾ നമുക്ക് അവിടെ ഇൻപുട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വേണ്ട ഡാറ്റാസ് എല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതർവൈസ് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന അവിടെ നിന്ന് നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഒരു പാരാമീറ്റർ എത്ര പൊസിഷൻ ഉണ്ടോ, ഈവൻ ഇപ്പോൾ എ ബി എന്ന് കൊടുത്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്തത് സമ്മിന്റെ ഉള്ളിൽ ഇൻഡ് എ ഇൻഡ് ബി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും മൂന്നാമതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻഡ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 വേരിയബിൾ ഉണ്ട്. ആ ടൈമിൽ പറയുമ്പോൾ സം എന്നുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ 3 വേരിയബിൾ പറയുമ്പോൾ 3 പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇപ്പൊ 10 20 30 എന്ന് കൊടുത്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിട്ടേൺ എന്താവും, എ ബി എ പ്ലസ് ബി പ്ലസ് സി എന്നാവും. അപ്പോൾ ഇത് മൂന്നിന്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വെക്കുക. അതാണ് പാരാമീറ്റേഴ്സിന്റെ കേസിൽ വരുന്നത്. റിക്വേർഡ് ചെയ്ത് വരുന്ന സമയത്ത് അങ്ങനെയാണ്. കാരണം നമ്മൾ എക്സ്റ്റേണലി ഔട്ട്പുട്ട് പറയുമ്പോൾ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും ആ ഒരു ഫംഗ്ഷൻസിന്. ഓക്കെ, ക്ലിയർ ആണോ? പാരാമീറ്റേഴ്സ് പാസിംഗ് ക്ലിയർ ആണോ?
ഓക്കെ. ഇപ്പോ ഡാർട്ട് കാര്യം എല്ലാവർക്കും ക്ലിയർ ആണ്. ഇതാണ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലട്ടറിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. അവരിപ്പോ സ്റ്റാറ്റിക് ആയിട്ട് ജസ്റ്റ് ഒരു UI വെച്ചിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഈവൻ ഫ്ലട്ടറിൽ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു UI സ്ട്രക്ചർ മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. ഓക്കെ. ഇപ്പോ ഫ്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലട്ടർ ഗൂഗിൾ ഡെവലപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ. നമുക്ക് ഫ്ലട്ടറിൽ ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് ഉണ്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ VS കോഡിൽ ഫ്ലട്ടർ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇനീഷ്യൽ ഒരു കൗണ്ടർ ആപ്പ് അവിടെ എനേബിൾ ചെയ്ത് കാണും. അത് പറയുമ്പോൾ ഒരു കൗണ്ടർ ആപ്പിന്റെ കോഡ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ഈവൻ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് ഒരു മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ളൊരു പേജ് കാണാം. അതാണ് നമ്മുടെ മെയിൻ ആപ്പ് ഡാർട്ട് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇനീഷ്യലി ലോഡ് ആവുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റില്ല. ഈവൻ ഫസ്റ്റത്തെ ഒരു റൂട്ട് വിഡ്ജറ്റും കൂടിയാണ്. ഓക്കെ. ഈവൻ അത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ലാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അത് പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഫസ്റ്റ് ഇനീഷ്യൽ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. ഇപ്പോ ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്ട്രക്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു മെയിൻ ആപ്പ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ടാവും. ഓക്കെ. അതിനുശേഷം അത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞ ഒരു മെറ്റീരിയൽ ആപ്പ് ആയിരിക്കും. മെറ്റീരിയൽ ആപ്പിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ആ പേജിന് ഒരു ക്ലാസ് നെയിം കൊടുക്കുന്നു. പിന്നെ അതിൽ സ്കഫോൾഡ് ഉണ്ട്. പിന്നെ സ്കഫോൾഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ വിഡ്ജറ്റ്സ് കയറ്റി കൊടുക്കുക. ഇതെല്ലാം ഒരു വിഡ്ജറ്റ്സ് ആണ്. ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഫുൾ വിഡ്ജറ്റ്സ് ആണ്. കാരണം ഫ്ലട്ടറിൽ നമ്മൾ UI ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലട്ടറിൽ നമ്മൾ UI ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഫുൾ ഓഫ് വിഡ്ജറ്റ്സ് ആണ് നമുക്ക് കോമൺലി കാണാൻ പറ്റും. ഓക്കെ. ഈവൻ കാരണം നേരം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഫ്ലട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് വിഡ്ജറ്റ്സ് ആണ്. കുറെ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് വരിക. ഈവൻ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും പിന്നെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും, ഇമേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഡ്ജറ്റ് കാണാം. അങ്ങനെ കുറെ വിഡ്ജറ്റ്സ് ഉണ്ട്. വിഡ്ജറ്റിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കറന്റ് നമുക്ക് രണ്ട് വിഡ്ജറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും ഉണ്ട്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഉണ്ട്. ഓക്കെ. ഈവൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അതിലൊന്നും ചേഞ്ചുകൾ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു സ്റ്റേറ്റ്ലെസ് പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു, പിന്നെ അതിന് ശേഷം കുറെ ഓരോ വിഡ്ജറ്റും കൊടുത്ത ശേഷം അത് ചേഞ്ച് ആവില്ല. കാരണം അത് കോൺസ്റ്റന്റ് ആണ്. നമ്മളൊരു ഡെമോ ആപ്ലിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന പോലെ ജസ്റ്റ് ഒന്നും കാണാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്കബിൾ അല്ല, ഒരു ഫംഗ്ഷനും വർക്കബിൾ അല്ല, ആ രീതിക്കായിരിക്കും. കാരണം സ്റ്റാറ്റിക് ആണ്. നമുക്ക് അതിലൊന്നും ഡൈനാമിക് ഇല്ല. സ്റ്റാറ്റിക് ആണ് സ്റ്റേറ്റ്ലെസ്. അതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നേരെ തിരിച്ചാ, അതൊരു ഡൈനാമിക് പേജ് പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഈവൺ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കാരണം നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിക്കബിൾ ആണോ, പിന്നെ ഇപ്പൊ നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം, പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ഹൈഡ് ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഷോ ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലോഗിൻ പേജിൽ വരാറുണ്ട്. ഈവൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്റ്റേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റും ചേഞ്ച് ആവുന്നില്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ചേഞ്ച് ആവുന്നില്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്. ഓക്കെ. അതാണ് സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുള്ളും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റേറ്റ്ലെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് നടക്കില്ല. ഈവൻ കാരണം അത് കോൺസ്റ്റന്റ് രീതിക്കായിരിക്കും ഉണ്ടാവുക. സ്റ്റേറ്റ്ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ഈവൻ ചേഞ്ചസ് നമുക്ക് UI എലമെന്റ്സിൽ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കോമൺലി ഞാൻ ഫ്ലട്ടറിൽ കുറച്ച് കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുന്ന പോലെ ജസ്റ്റ് നമ്മളൊരു വീട് ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ കാണാറില്ലേ, നമ്മൾ കുറെ പ്ലാനിങ് ഉണ്ടാവില്ലേ, ആ ഒരു പ്ലാൻ ആണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പ്ലാനിങ് ആണ്. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്ലാൻ ഉണ്ടാവുള്ളൂ. ആ ഒരു പ്ലാൻ ആണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതിനുള്ളിൽ ഉള്ള ഒരു ജസ്റ്റ് ഓരോ സിംഗിൾ റൂംസ് ആണെന്നുണ്ടെങ്കിൽ ഹാൾസ് ആണെങ്കിൽ കിച്ചൺ ആണെങ്കിലും
ആ ഓരോ റൂമും ആണ് സ്കഫോൾഡ് എന്നുള്ള ലെവലിൽ നമ്മൾ പറയാം. ഈവൺ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ടാവും. ഈവൺ ഇപ്പൊ ഒരു സ്കഫോൾഡിന്റെ ഉള്ളിൽ ആപ്പ് ബാർ എന്നുള്ള ഒരു വിഡ്ജറ്റ് കാണാം. ആപ്പ് ബാർ അതിന്റെ ഉള്ളിൽ ബോഡി എന്നുള്ള ഒരു പാരാമീറ്റർ കാണാം. ആ ബോഡിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറെ വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യില്ല, ആ രീതിക്കായിരിക്കും എന്ത് ചെയ്യുക സ്കഫോൾഡിന്റെ ഉള്ളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക. മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ മെയിൻ ഡാർട്ട് അതായത് മൈ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഗേറ്റ് ആയിരിക്കും, ഗേറ്റ് വേ പോലെയാണ്. നമ്മളിപ്പോ വീട്ടിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യണ പോലെയാണ് ഈവൻ മൈ ആപ്പ് എന്ന് പറഞ്ഞ എന്താണ് ഓപ്പൺ ചെയ്യുക. കാരണം നമ്മൾ ഹിഡൻലി കാണാൻ പറ്റത്തില്ല. നമുക്ക് പറയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലട്ടറിന്റെ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എമുലേറ്ററിലാണെന്നുണ്ടെങ്കിലും ഫോണിലാണെന്നുണ്ടെങ്കിലും റൺ ചെയ്യുന്ന സമയത്ത് മൈ ആപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. ഈവൻ അതാണ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൺ അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഡോട്ട് ഡാറ്റ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൗസ് എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു സ്ട്രക്ചർ, അതാണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പ്. അതിൻ്റെ ഉള്ളിൽ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ കുറെ വിഡ്ജറ്റ്സും ഉണ്ട്. ഓക്കെ, അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു പാരാമീറ്റർ ആണ് പറയുമ്പോൾ ഒരു വിഡ്ജറ്റ് ആണ് സ്കഫോൾഡ് എന്ന് പറഞ്ഞാൽ. സ്കഫോൾഡിന്റെ ഉള്ളിൽ സ്കഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു റൂം. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ ആപ്പ് പറഞ്ഞാൽ നമ്മുടെ റൂമിന്റെ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം വീട്ടിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് കാണാൻ എന്താ ഹാളായിരിക്കും. ഓക്കെ, അപ്പൊ ഹാൾ എന്ന് പറയുന്നത് ഒരു സ്കഫോൾഡാണ്. ഈവൺ ആ ഒരു ഹാൾ ഡെക്കറേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതുപോലെയാണ് ഒരു സ്കഫോൾഡ്, ഒരു പേജ്, നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യലി കാണുന്ന പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട കുറെ വിഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോ ആ ഒരു രീതിക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിക്കാണ്, അവർക്ക് ഒരു റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഒരു പേജ് ഡെക്കറേറ്റ് ചെയ്ത് തരിക. ആ ഒരു ടൈമിൽ ഇപ്പൊ ഒരു ഹാളിൽ എന്തൊക്കെയൊക്കെ നിങ്ങൾക്ക് വേണോ ആ ഒരു ഡാറ്റാസ് മൊത്തം നമ്മൾ സ്കഫോൾഡിന്റെ ഉള്ളിൽ കൊടുക്കും. അതിന് നമ്മൾ ബോഡി എന്നുള്ള ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ബോഡിന്റെ ഉള്ളിൽ, ബോഡി എന്നുള്ള പാരാമീറ്ററിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കുറെ വിഡ്ജറ്റ്, കോളം എന്നുള്ള ഒരു വിഡ്ജറ്റ് അല്ലെങ്കിൽ റോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോവുക. ഞാൻ ഓരോ വിഡ്ജറ്റും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കോമൺ നമ്മുടെ ഫ്ലട്ടറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വിഡ്ജറ്റ്സ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ടെക്സ്റ്റ് വിഡ്ജറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് കാര്യങ്ങൾ ഷോ ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ആ ഒരു വിഡ്ജറ്റിന്റെ ഉള്ളിൽ നമുക്ക് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. വൺ ബൈ വൺ ഞാൻ പറഞ്ഞുതരാം. ഈവൻ കോമൺലി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ടെക്സ്റ്റ് എന്നുള്ള വിഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഷോ ചെയ്യിപ്പിക്കുന്നത്, ടെക്സ്റ്റ് ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് ഷോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിന്റെ ഉള്ളിലായിരിക്കും കൊടുക്കുക. കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അതൊരു ബോക്സ് പോലത്തെ ഒരു ഷേപ്പാണ്. നമ്മൾ സൈസിന് പറയുമ്പോൾ എന്തെങ്കിലും ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമേജിന് സ്പെസിഫിക് സൈസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കളേഴ്സ് കൊടുക്കാൻ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. റോ ആൻഡ് കോളംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി നമുക്ക് വിഡ്ജറ്റ്സ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ കോളം യൂസ് ചെയ്യാറ്. അതൊരു ലേഔട്ട് വിഡ്ജറ്റ്സും കൂടിയാണ് ഇത് രണ്ടും. ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏരിയയിൽ ഇമേജ് നമ്മൾ ഷോ ചെയ്യിപ്പിക്കണല്ലോ, UI നമുക്ക് ഇമേജസ് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിഡ്ജറ്റ് ആണ് ഇമേജ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇമേജ് വിഡ്ജറ്റിലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഓരോ വിഡ്ജറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ സ്കഫോൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്കഫോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജ് വരുന്നത്. ആ ഒരു പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട കുറെ വിഡ്ജറ്റ്സ് ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ആപ്പ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റ അല്ലെങ്കിൽ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ജസ്റ്റ് ഒരു ആപ്പ് ബാറോ അല്ല കാണാം നമുക്ക് ഐക്കൺസ് വെച്ചിട്ട്. അതാണ് നമ്മുടെ ആപ്പ് ബാർ എന്ന് പറയാം. ആപ്പ് ബാറിന്റെ ഉള്ളിൽ നമുക്ക് കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു 10 പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 10 കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 10 ഇമേജസ് കൊടുക്കണ പകരം ഒരു ഇമേജസ് എന്ത് ചെയ്യും ലിസ്റ്റിന്റെ ഉള്ളിൽ കൊടുത്ത് അത് സെപ്പറേറ്റ് ചെയ്ത രീതിക്കായിരിക്കും. അതാകുമ്പോൾ അതിലൊരു പാരാമീറ്റർ ഉണ്ട്, കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എത്ര എണ്ണം വേണം, ഇപ്പൊ 20 ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമേജസ് കൊടുത്തിട്ട് നമ്മൾ ആ ലിസ്റ്റ് എത്രയാണോ കൗണ്ട് കൊടുക്കണം അതിനനുസരിച്ച് എന്ത് ചെയ്യും ലിസ്റ്റ് ഇടും. കോഡ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യാറ്. പിന്നെ എലിവേറ്റഡ് ബട്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്കബിൾ ആയിട്ടുള്ള കുറെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈവൻ നമ്മൾ എന്തെങ്കിലും പേജിലാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിലും ബട്ടൺ ആണെന്നുണ്ടെങ്കിലും ഐക്കൺ ആണെന്നുണ്ടെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകാൻ അതിനാണ് നമ്മൾ ബട്ടൺസ് യൂസ് ചെയ്യാറ്. എലിവേറ്റഡ് ബട്ടൺ മാത്രമല്ല, നമുക്ക് ഗസ്റ്റർ വിഡ്ജറ്റ്, പിന്നെ ഇങ്ക്വെൽ, അങ്ങനെ ഐക്കൺ ബട്ടൺ, ടെക്സ്റ്റ് ബട്ടൺ, കുറെ ബട്ടൺസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ബട്ടൺ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഈവൻ കുറെ ബട്ടൺസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, കുറെ വിഡ്ജറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹിഡൻലി നമുക്ക് ആപ്ലിക്കേഷനിൽ ആകുമ്പോൾ ഫ്ലട്ടറിൽ തന്നെ കുറെ വിഡ്ജറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് പോരാഞ്ഞിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
എക്സ്റ്റേണൽ വിഡ്ജറ്റ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് കോമൺലി നമുക്ക് ഇത്രയും വിഡ്ജറ്റ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ട വരിക. ഈവൻ റോ ആൻഡ് കോളം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈവൻ റോ ആൻഡ് കോളം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലിയും, കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലിയും അലൈൻ ചെയ്യാൻ വേണ്ട കാര്യം പറയുമ്പോൾ വിഡ്ജറ്റ്സ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ ആൻഡ് കോളം നമ്മൾ യൂസ് ചെയ്യാറ്. അതിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലേഔട്ട് വിഡ്ജറ്റും കൂടിയാണ്. എങ്ങനെയാണ് നമ്മുടെ UI കാര്യങ്ങൾ ലേ ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ കാണുന്ന ഒരു സ്ക്രീൻ ഏത് രീതിക്ക് നിങ്ങൾക്ക് എന്ത് ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരണം. ഓക്കെ, അറിയുമ്പോൾ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഓരോ ടെക്സ്റ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഓരോ ഐക്കൺ ആണെന്നുണ്ടെങ്കിലും എവിടെ പ്ലേസ് ചെയ്യണം, ഏത് രീതിക്ക് വേണം എന്നുള്ള ഒരു ലേ ഔട്ട് നമ്മൾ കാണുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ലേ ഔട്ട് നമ്മൾ റോ ആൻഡ് കോളം വെച്ചിട്ടായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാറ്. അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എന്നുള്ള ഒരു പാരാമീറ്റർ വിഡ്ജറ്റ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ചിൽഡ്രൻ എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ടാവും. നമ്മൾ എന്താ വിഡ്ജറ്റ് 1, വിഡ്ജറ്റ് 2. ഓക്കെ, ഈവൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പുറത്തെ സൈഡ് കാണാം. രണ്ട് ഐക്കണും ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു സൈസ് ബോക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പറയുമ്പോൾ ഹൊറിസോണ്ടലി ഒരു ഐക്കൺ കാണാം, പിന്നെ ചെറിയൊരു സ്പേസ് കാണാം, പിന്നെ സ്റ്റാർ എന്നുള്ള ഒരു ടെക്സ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറയുമ്പോൾ ഹൊറിസോണ്ടലി ആയിരിക്കും റോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഈവൻ വെർട്ടിക്കലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കോളം ആയിട്ട് കൊടുക്കണം. റോക്ക് പകരം കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന വിഡ്ജറ്റ്സ് എന്ത് ചെയ്യും, വെർട്ടിക്കലി നമുക്ക് ഷോ ചെയ്യിപ്പിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലി ഷോ ചെയ്യിപ്പിക്കാൻ കോളവും ഹൊറിസോണ്ടലി ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റോയും ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അത് നമ്മൾ പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അലൈൻമെന്റ് എങ്ങനെ വേണം, ഒരു UI ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു UI കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിക്ക് വേണം ആ UI. ഇപ്പോ കൊടുക്കുന്ന ഐക്കൺ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് റോയും കോളവും യൂസ് ചെയ്തിട്ടാണ് അത് അലൈൻമെന്റ്. ഓക്കെ, ഈവൻ ഇനിയിപ്പോ ഓരോ വിഡ്ജറ്റ്സ് എന്താന്ന് ഞാൻ ബേസിക് വിഡ്ജറ്റ്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലിപ്പോ ടെക്സ്റ്റ് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്കൊരു ടെക്സ്റ്റ് ഷോ ചെയ്യിപ്പിക്കേണ്ടത്. ഇപ്പൊ യൂസർക്ക് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഡാറ്റ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ടെക്സ്റ്റിന്റെ ഉള്ളിലാണ് നമ്മളത് കൊടുക്കുക. ഓക്കെ, അതിന്റെ ബേസിക് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്നുള്ള വിഡ്ജറ്റ് ബ്രാക്കറ്റിനുള്ളിൽ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ ഇൻപുട്ട് പറയുമ്പോൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട ടെക്സ്റ്റ് ക്യാരക്ടർ എന്താണോ ആ ഒരു സാധനം എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഈവൻ അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ടെക്സ്റ്റിന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ ഓരോന്നൊന്ന് ലിസ്റ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈവൻ ബേസിക്കലി നമുക്ക് ആകെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഷോ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള ഒരു പാരാമീറ്റർ വിഡ്ജറ്റിന്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ആ ഒരു കണ്ടന്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ടെക്സ്റ്റിന് കൊടുക്കും. ഇപ്പൊ ഞാൻ ഹലോ ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൈൽ എന്നുള്ള ഒരു പാരാമീറ്റർ നമുക്ക് ടെക്സ്റ്റിനുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്ത ഒരു ടെക്സ്റ്റിനെ നമുക്ക് എന്താണ് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൈൽ എന്നുള്ള പാരാമീറ്റർ. അതിന്റെ ഉള്ളിൽ ടെക്സ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അതിന് നമ്മൾ ഫോൺ സൈസ് കൊടുക്കണം. 24 കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ക്രീനിൽ ആ ഒരു ഫോൺ സൈസ് ഇൻക്രീസ് ആവും. 24 ആയിരിക്കും അതിന്റെ ഫോൺ സൈസ് ഉണ്ടാവുക. പിന്നെ എനിക്ക് കളർ വേണ്ട, ഇപ്പൊ ഒരു കളർ ഞാൻ ഇപ്പോൾ ഡീപ്പ് പർപ്പിൾ ആ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കളർ ഡോട്ട് വൈറ്റ്. അപ്പോൾ ടെക്സ്റ്റിന് കളർ വൈറ്റ് കളറായി മാറും. ഇപ്പൊ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ഡോട്ട് റെഡ് കളറായി ചേഞ്ച് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിന്റെ ക്യാരക്ടർ വെയിറ്റ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ബോൾട്ട് വേണോ, ഇറ്റാലിക് വേണോ, അല്ലെങ്കിൽ ചെറിയൊരു വിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, .w 100, .w 200 എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിന് വേണ്ട പറയുമ്പോൾ ബോൾഡ്നെസ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഇനിയും കുറെ പാരാമീറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ ബേസിക് കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഈവൻ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷനിൽ ലൈൻ ത്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈച്ച് ഓരോ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ആ രീതിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കോഡിൽ വരുന്ന സമയത്ത് ടെക്സ്റ്റിന് മേലെ ജസ്റ്റ് മൗസ് പോയിന്റർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ടെക്സ്റ്റിന്റെ ഓരോ പാരാമീറ്റേഴ്സും അത് എന്തിനാണ് യൂസ് കേസ് എല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ടെക്സ്റ്റ് എന്നുള്ള ഒരു വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയാണ് ഇമേജ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഇമേജ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് വിഡ്ജറ്റ് യൂസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇമേജസ് ഷോ ചെയ്യിപ്പിക്കണം. ഈവൻ നമ്മുടെ ഒരു ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗോസ് ഷോ ചെയ്യിപ്പിക്കാൻ ഉണ്ടാവും, പിന്നെ ഇമേജസ് ഷോ ചെയ്യിപ്പിക്കണം. അതൊക്കെ നമ്മൾ ഇമേജ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാം.
ഇമേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിക്ക് കൊടുക്കാം. പറയുമ്പോൾ ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്, വിഡ്ജറ്റ് ഉണ്ട്. ഇമേജ് ഡോട്ട് അസെറ്റ് എന്നുള്ള ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഇവൺ ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജ് നമ്മൾ കോഡിൽ തന്നെ നമ്മൾ സ്റ്റോറേജ് വെക്കും. എന്നിട്ട് ആ ഒരു സ്റ്റോറിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാരണം നമുക്ക് ആ ഇമേജ് അവൈലബിൾ ആണ്, നമ്മൾ അത് എന്ത് ചെയ്യും, ആ ഒരു ഇമേജ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇമേജിലോട്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അസെറ്റ്സ് യൂസ് ചെയ്യാറ്. ഓക്കെ. പിന്നെ ഇമേജിലോട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ പുറത്തുനിന്ന് ഇപ്പൊ ഒരു വെബ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ ഒരു ഇമേജിന്റെ പാത്ത് ഒരു ലിങ്ക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിലോട്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ആ ടൈമിൽ ഇമേജിലോട്ട് അസെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ലോഡ് ആവത്തില്ല. നമുക്ക് ജസ്റ്റ് എറർ കാണിക്കും. ജസ്റ്റ് ഷോ ഇമേജിന് ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എറർ കാണിക്കും. ഇമേജിലോട്ട് നെറ്റ്വർക്ക് പറയുമ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഇമേജ് ലിങ്ക് വൈസ് നമ്മൾ എടുക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇമേജിലോട്ട് നെറ്റ്വർക്ക് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഓക്കെ. ഇമേജിലോട്ട് അസെറ്റ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഡിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കുറെ ഇമേജസ് ഉണ്ടാവില്ലേ, അത് പറയുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത സ്റ്റാറ്റിക് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഇമേജസ് ആണ് എന്ത് ചെയ്യുക, ഇമേജിലോട്ട് അസെറ്റ്സിൽ നമ്മൾ കൊടുക്കാറ്. ഓക്കെ. ഇമേജിലോട്ട് അസെറ്റ്സിൽ ഇമേജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇമേജിലോട്ട് അസെറ്റ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ നമ്മുടെ പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പറയുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അസെറ്റ്സ് എന്നുള്ളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ബോട്ടമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പത്തിയാമൽ എന്നുള്ളൊരു പേജ് കാണാൻ പറ്റും. ഇവൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ കുറെ ലൈബ്രറീസും പിന്നെ അസെറ്റ്സും പിന്നെ ഫോൺ സൈസിന്റെ കാര്യങ്ങൾ വേർഷന്റെ കാര്യങ്ങൾ കുറെ ഡാറ്റാസ് നമുക്ക് പത്തിയാമലിലായിരിക്കും കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൊജക്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്തു, അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പബ്സ്യാമലിൽ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നമുക്ക് സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ അസെറ്റ്സ് കമാൻഡ് ചെയ്തിട്ടിരിക്കണം കാണാൻ പറ്റും. അസെറ്റ്സ് എന്നുള്ളൊരു നെയിം കമന്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അത് അൺകമന്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ടാബ് കൊടുത്ത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു മൈനസ് എന്നിട്ട് എന്ത് ചെയ്യുക, അസെറ്റ്സ് അവിടെ നിങ്ങൾ എന്താണോ നെയിം കൊടുത്തത് അസെറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ അല്ലേ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അസെറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സജഷൻ വരും. ഓക്കെ. അപ്പൊ അസെറ്റ്സ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അസെറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം /പബ്ജെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഓക്കെ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കറന്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഒരു അസെറ്റ് ഫോൾഡറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ അസെറ്റ് ഫോൾഡറിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഇമേജസും ആ ഒരു അസെറ്റ് ഫോൾഡറിലുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ ഇമേജിന്റെ നെയിം ആ ഒരു നെയിം എങ്ങനെയാണോ നമ്മൾ സ്റ്റോർ ചെയ്ത്, ഇപ്പോ ഇമേജ് 1.png ഓർ JPG ഏതാണോ ഫോർമാറ്റ് ഏതാണെന്നാണെങ്കിലും ഇമേജ് ഇപ്പൊ ഞാൻ PNG ഇമേജ് എടുക്കുന്നുണ്ടെങ്കിൽ ഇമേജ് 1.png എന്നായിരിക്കും അവിടെ സ്റ്റോർ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ഒരു നെയിമിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ എന്താണോ നെയിം കൊടുക്കുന്നത് ആ ഒരു നെയിമിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. ജസ്റ്റ് എന്നിട്ട് ഇമേജ് എവിടെയാണോ കൊടുക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇമേജ് ഡോട്ട് അസെറ്റ്സിൽ ഡബിൾ കോട്ട്സ് ഓർ സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ അസെറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അസെറ്റ്സിന്റെ ഉള്ളിലാണ് ആ ഇമേജ് കിടക്കുന്നത്, അതിന്റെ പാത്താണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ അസെറ്റ്സ് / ഇമേജിന്റെ നെയിം എന്താണോ കൊടുക്കുക, ഇപ്പൊ ഇതിൽ pic.jpg ആണ്. നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് image.png അല്ലെങ്കിൽ image.jpg ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ. ആ രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസ്പ്ലേയിൽ പറയുമ്പോൾ നമ്മൾ ഔട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. റൺ ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ വെബിലാണെന്നുണ്ടെങ്കിൽ വെബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ. ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിറ്റ് എന്നുള്ള ഒരു പാരാമീറ്റേഴ്സ് കാണാം. ഓക്കെ. ഇത് രണ്ട് ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് എടുത്താലും ഇമേജ് ഡോട്ട് അസെറ്റ്സ് എടുത്താലും ഫിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇമേജ് കൊടുത്തിട്ട് അപ്പൊ ഇമേജ് ഈസിയായി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സൈസ് ഹൈറ്റും വിട്ടും ഒന്നുമില്ല. ആ ഒരു സ്ക്രീൻ നമ്മൾ കൊടുക്കുന്നത് എക്സ്പാൻഡ് ചെയ്തെടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഹൈറ്റും വിട്ടും കൊടുത്തിട്ട് സ്പെസിഫൈ ചെയ്യും. ഇത്ര ഹൈറ്റ് മതി ആ ഇമേജിന്, ഇത്ര വിത്ത് മതി ആ ഇമേജിന് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഓക്കെ. അതിനുശേഷം fit.boxfit.cover എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൊത്തം നമ്മൾ കൊടുത്ത എത്രയാണോ വിത്തും ഹൈറ്റും കൊടുത്ത് ആ ഒരു മെഷർമെന്റിൽ അതിന്റെ ക്ലിയർലി ഫില്ല് ചെയ്തിരിക്കും. ഓക്കെ. അതേ പകരം നമുക്ക് ബോക്സ് ഫിറ്റ് ഡോട്ട് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ബോക്സ് ഫിറ്റ് ഡോട്ട്
ഫില്ല് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹൈറ്റ് കൂടുതലുള്ള ഇമേജ് ആണ്, കാരണം ഹൈറ്റ് കുറവുള്ള ഇമേജ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ ഹൈറ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ഇമേജിന് ഹൈറ്റ് കുറവും നിങ്ങൾ കൊടുക്കുന്ന ഹൈറ്റും വിട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോട്ട് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മെഷർമെന്റ് അനുസരിച്ച് ഇമേജ് വലിയും. അത് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത രീതിക്ക് കാണും. പിന്നെ അതേപോലെ ബോക്സ് ഫിറ്റ് ഡോട്ട് കണ്ടെയ്ൻ ആണെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, 4:4 റേഷ്യോ, ജസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പ് പോലെ. ഇപ്പൊ ഒരു വിട്ട് കൊടുത്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ സെയിം ലെങ്ത്തിൽ തന്നെ എന്ത് ചെയ്യും, അതൊരു കണ്ടെയ്ൻ ചെയ്ത് വെക്കും. അതിനാണ് ബോക്സ് ഫിറ്റ് ഡോട്ട് കണ്ടെയ്ൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഏത് പാരാമീറ്റേഴ്സ് ആണോ യൂസ് ചെയ്യണത്, നിങ്ങൾക്ക് ഇമേജിന് കൊടുക്കുന്ന സമയത്ത് ഏതൊരു റിക്വയർമെന്റ്സ് രീതിക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പാരാമീറ്റേഴ്സ് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇമേജിന്റെ കേസിൽ വരുന്നത്. ബൈ ഡിഫോൾട്ട് നമ്മളൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസെറ്റ്സ് എപ്പോഴും കമന്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും. ഈവൻ ഓരോ പ്രാവശ്യം പ്രൊജക്ട് ഓരോ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം നമ്മൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈവൻ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അസെറ്റ്സ് എന്നുള്ള ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, പബ്ജിയാമലിൽ വന്നിട്ട് ആ ഒരു പബ്ജിയാമലിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അസെറ്റ്സ് അൺകമന്റ് ചെയ്തിട്ട് ഈ ഒരു അസെറ്റ്സ് എന്നുള്ള ഡയറക്ടറി അവിടെ കൊടുത്തതിന് ശേഷം പബ്ഗെറ്റ് ചെയ്യണം. അവിടെ നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും പബ്ഗെറ്റ് ചെയ്യണം. കാരണം അവിടുത്തെ ചേഞ്ചസ് നമ്മുടെ മെയിൻ ഫയലിലേക്ക് കണക്റ്റിംഗ് ആണ്. കാരണം നമുക്ക് അവിടുത്തെ ആഡ് ചെയ്യുന്ന എല്ലാ ലൈബ്രറീസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും നമ്മൾ പബ്ഗെറ്റ് ചെയ്യണം. ഈവൻ നമുക്ക് അവിടെ കാണിക്കും, കാരണം റിഫ്ലക്ട് ചെയ്യും. കാരണം നമ്മൾ ഇപ്പൊ ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്ത് പബ്ഗെറ്റ് ചെയ്തില്ലെങ്കിൽ അസെറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം അവിടേക്ക് അപ്ലോഡ് ആവുന്നില്ല, പക്ഷെ അത് സ്റ്റോർ ആവുന്നില്ല എന്നുള്ളൊരു ലേബൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും. സോ പബ്ഗെറ്റ് ചെയ്യണം, അവിടെ എന്ത് ചേഞ്ചസ് വന്നാലും പബ്ഗെറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇമേജസ് കൊടുക്കുക. ഇമേജസ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അസെറ്റ്സ് എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യണം, പബ്ജിയാമലിൽ വന്നിട്ട് അസെറ്റ്സ് അൺകമന്റ് ചെയ്തതിനു ശേഷം അത് അസെറ്റ്സ് എന്നുള്ള നെയിം കൊടുത്തിട്ട് പബ്ഗെറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അസെറ്റ്സിൽ എന്ത് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഷോ ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ, അതർവൈസ് നമുക്ക് അത് ഷോ ചെയ്യിപ്പിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇനി അത് അതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ആക്കി വേണം. ഇപ്പൊ അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലാതെ ഇമേജസ് സെപ്പറേറ്റ് പേജ് വൈസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണത്. ആ ടൈമിൽ കുറച്ച് പ്രൊഫഷണൽ ടച്ച് ഒക്കെ വേണ്ടി നമ്മൾ ഓരോ ഫോൾഡേഴ്സ് അസെറ്റ്സിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വരും. ഈവൻ ദാറ്റ് ടൈം, ആ ഒരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളൊക്കെ പബ്ജിയാമൽ വന്നിട്ട് എഡിറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ അസെറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ പബ്ജിയാമലിന്റെ അസെറ്റ്സ് പറഞ്ഞു പബ്ഗെറ്റ് അടിച്ചു, ഇവൺ ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ നമ്മൾ അസെറ്റ്സിന്റെ ഉള്ളിൽ ഒരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യണം. അസെറ്റ്സിന്റെ ഉള്ളിൽ ഇമേജസ് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പബ്ജിയാമൽ വന്നിട്ട് അസെറ്റ്സ് സ്ലാഷ് ഇമേജസ് സ്ലാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, പബ്ഗെറ്റ് അടിക്കാൻ. ഇമേജിന്റെ നെയിം കൊടുക്കണ്ട, കറന്റ് നമ്മൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമേജസ് അവിടെ പബ്ജിയാമൽ വന്ന് കൊടുത്ത് കൂടുതൽ പറയുമ്പോൾ അവിടെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അതിന് പകരം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമേജസ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഒരു ഫോൾഡർ എന്ത് ചെയ്യും, നമ്മൾ അസെറ്റ്സ് പബ്ജിയാമൽ കോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവിടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇമേജസ് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടാക്കി കാണിക്കുക. പറയുമ്പോൾ ഇമേജസ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഈവൻ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയുമ്പോൾ ഇമേജ് കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ വരുന്നത് ഓക്കെ, ഇനി കുറെ വിഡ്ജറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ഈവൻ കുറെ വിഡ്ജറ്റ്സുകൾ ഉണ്ട്. സൈസർ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാക്ക്, അങ്ങനെ കുറെ വിഡ്ജറ്റ്സ് ഉണ്ട്. സൈസർ ബോക്സ് എന്തിനാന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോ രണ്ട് വിഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്തു, അത് രണ്ടിനും തമ്മിൽ നമുക്ക് എന്തെങ്കിലും സ്പേസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് ഒരു സ്പെസിഫിക് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് വേണം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോ ഇമേജസിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്ത്തും ഹൈറ്റും ഇതിന്റെ ഉള്ളിലുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് ആണ് വിഡ്ത്തും ഹൈറ്റും. അത് അസെറ്റ്സിലും ഉണ്ട് നെറ്റ്വർക്കിലും ഉണ്ട്. ഓക്കെ, ഇമേജസിൽ പറയുമ്പോൾ തന്നെ ഹൈറ്റും വിഡ്ത്തും ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഇവൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈസ്ഡ് ബോക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ഇമേജിനെ സൈസ്ഡ് ബോക്സ് വെച്ച് റാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സൈസ്ഡ് ബോക്സിന്റെ വിഡ്ത്തും ഹൈറ്റും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഡ്ത്തും ഹൈറ്റിൽ എന്ത് ചെയ്യും, ആ ഇമേജ് കണ്ടെയ്ൻ ചെയ്യും. അതുമ്പോൾ ആ ഒരു വിഡ്ത്തും ഹൈറ്റിലായിരിക്കും ഇമേജ് ഷോ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനാണ് സൈസ്ഡ് ബോക്സ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു രണ്ട് വിഡ്ജറ്റ് തമ്മിൽ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഡ്ജറ്റിന് സ്പെസിഫൈ ചെയ്തിട്ട് ഹൈറ്റും വിഡ്ത്തും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൈസ്ഡ് ബോക്സ് യൂസ് ചെയ്യുക. അതിനാകെ നമുക്ക് പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ വിഡ്ത്തും ഹൈറ്റും ആണ് ഉള്ളത്. ഈവൻ ഒന്നില്ലെങ്കിൽ സ്പേസിന്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏരിയയിലും മെഷർമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൈസ്ഡ് ബോക്സ് കൊടുക്കാറ്. ഈവൻ കണ്ടെയ്നേഴ്സ് നമുക്ക് കൊടുക്കാറുണ്ട്, പക്ഷെ കണ്ടെയ്നർ നമുക്ക് കുറച്ചും കൂടി പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിന് കളർ കൊടുക്കാം,
ഡെക്കറേറ്റ് ചെയ്യാം, ഷേപ്പ് മാറ്റി കൊടുക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടെയ്നേഴ്സിലുണ്ട്. ഈവൻ സൈസർ ബോക്സ് അതുപോലെ അല്ലാതുണ്ട്. കാരണം സൈസർ ബോക്സിന് നമുക്ക് കളേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സൈസർ ബോക്സിന് ജസ്റ്റ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈവൻ അത് നമുക്കൊരു സ്പേസിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഡ്ജറ്റിന്റെ ഒരു മെഷറിന് വേണ്ടിയിട്ട് ഈവൻ ഇത്ര ഹൈറ്റ് മതി, ഈവൻ ഇത്ര വിഡ്ത്ത് മതി എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസർ ബോക്സ് എന്നുള്ള ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ സ്റ്റാക്ക് എന്നുള്ള ഒരു വിഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒന്നിന്റെ മേലെ ഒന്ന് പറയുമ്പോൾ ഈവൻ ഒരു എലമെന്റിന് മേലെ മറ്റൊരു എലമെന്റ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച് സ്റ്റാക്ക് പറയുമ്പോൾ ഒന്നിന്റെ മേലെ ഒന്ന് പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയാം. ഈവൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വിഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഡ്ജറ്റിന്റെ മേലെ നമുക്ക് വേറൊരു വിഡ്ജറ്റ് വെക്കാം, പിന്നെ അതിന്റെ മേലെ വേറൊരു വിഡ്ജറ്റ് വെക്കാം. ഈവൻ ഏറ്റവും ലാസ്റ്റ് ഏത് വിഡ്ജറ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും അതിന്റെ ടോപ്പിൽ ഉണ്ടാവുക. ഓക്കെ. ഈവൻ മാക്സിമം സ്റ്റാക്ക് യൂസിങ് നമ്മൾ ഏറ്റവും കുറവായിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് യൂസ് പ്രോപ്പർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെന്റ് ഇഷ്യൂസ് നല്ല രീതിക്ക് ബാധിക്കും സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ റോ കോളം വെച്ചിട്ടായിരിക്കും കൂടുതൽ അലൈൻമെന്റ് ചെയ്ത് വെക്കാറ്. ഓരോ ലേയേഴ്സ് ഇപ്പൊ ഒരു കോളം കൊടുത്തു, അതിനുള്ളിൽ റോ കൊടുത്തു, അതിനുള്ളിൽ ഒരു കോളം കൊടുത്തു, ആ രീതിക്കായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, UI ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാറ്. ഓക്കെ. സ്റ്റാക്ക് യൂസ് ചെയ്യാറില്ല എന്നല്ല, സ്റ്റാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ കുറെ നമ്മൾ നോക്കും. കാരണം മാക്സിമം സ്റ്റാക്ക് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. കാരണം സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി യൂസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലേ ഔട്ടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കാരണം നമുക്ക് എല്ലാ മൊബൈൽ സൈസും ഈക്വൽ അല്ല. അതുകൊണ്ട് ഈച്ച് മൊബൈൽ സൈസ് വരുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഈവൻ ആ സമയത്ത് സ്റ്റാക്ക് യൂസ് ചെയ്യാൻ പ്രോപ്പർലി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് ഇഷ്യൂസ് നമുക്കവിടെ ഷോ ചെയ്യിപ്പിക്കും. ഓക്കെ. ഓക്കെ. കറന്റ് ഇപ്പോൾ ഇത്രയും വിഡ്ജറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർലി എടുക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഫ്ലട്ടറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഡാപ്റ്റിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും വിഡ്ജറ്റ്സിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വഴി ചോദിക്കാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടോ? ഓക്കെ. ചിൽഡ്രൻസ് യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തില്ലേ, സ്റ്റാക്ക് യൂസ് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിലും റോ ആണെന്നുണ്ടെങ്കിലും കോളം ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഒരു പാരാമീറ്റർ ആണ് ചിൽഡ്രൻ. കോമൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സ്റ്റാക്കിലാണെന്നുണ്ടെങ്കിലും സ്റ്റാക്കിലാണെന്നുണ്ടെങ്കിലും റോ കോളം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് പറ്റും, ചിൽഡ്രൻ കാണാൻ പറ്റും. ഈവൻ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് വിഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സെന്റർ എന്നുള്ള ഒരു വിഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചൈൽഡ് നമുക്ക് അതിന് പാരാമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം അത് ഒരൊറ്റ വിഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിൽ നമുക്ക് ഒരു വിഡ്ജറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വിഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ റോ കോളം കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് വിഡ്ജറ്റ് നമുക്ക് കൊടുക്കാം. എത്ര വിഡ്ജറ്റ് ഉണ്ടോ അത്രയും വിഡ്ജറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചിൽഡ്രൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഇപ്പൊ വിഡ്ജറ്റിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഫ്ലട്ടറിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ്
ചാറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോ. ഇന്നത്തെ കംപ്ലീറ്റ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കറന്റ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ നമ്മളൊരു ആദ്യം ആപ്പ് ഡെവലപ്മെന്റ് എന്താണ് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഡാറ്റ പറഞ്ഞിരുന്നു. ബേസിക് ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് ഡാറ്റ ആണ്. ലാംഗ്വേജ് ഡാറ്റ ആണ്. അപ്പോ ഡാറ്റ എന്താണ്, അതിൽ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഫങ്ഷൻസ്, സ്റ്റേറ്റ് മാനേജ്മെന്റ്, പിന്നെ ലൂപ്സ് കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് എക്സാമ്പിൾസ് കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് ഫ്ലട്ടർ, പിന്നെ ഫ്ലട്ടറിന്റെ വിഡ്ജറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ വിഡ്ജറ്റ്സ് ഉണ്ട്, എന്തൊക്കെ വിഡ്ജറ്റ്സ് കാര്യങ്ങളുണ്ട്, ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ടോട്ടലി ഇന്ന് പറഞ്ഞുള്ളത്. അവരുടെ ആപ്പ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടലി നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, വിഡ്ജറ്റ്സ് കംപ്ലീറ്റഡ് അല്ല. ഈവൻ ബാക്കി വിഡ്ജറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈവൻ കോമൺലി ഇത്രയും വിഡ്ജറ്റ്സ് ആണ്. കുറെ വിഡ്ജറ്റ്സ് നിങ്ങൾ പഠിക്കാണ്ട്. ഇനിയിപ്പോ ഓരോ നിങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ടൈമിൽ ഈച്ച് ഡേ എന്ത് ചെയ്യും, ഈവൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റ് നടക്കും തോറും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾ കുറെ വിഡ്ജറ്റ്സ് പഠിക്കും. ഈവൻ ഈ ഒരു ഇത്രയും ബേസിക്കലി ഇത്രയല്ല, നമുക്ക് ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് വിഡ്ജറ്റ്സ് ഉണ്ട്. ഈവൻ ഓരോ വിഡ്ജറ്റ്സും ഓരോ പർപ്പസിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ടോട്ടലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓവറോൾ ഇന്ന് കവറപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാളെ ഇനി നിങ്ങൾക്ക് യു ഐ സ്ട്രക്ചറിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തൊക്കെ ഇനി എന്തൊക്കെയൊക്കെ വിഡ്ജറ്റ്സ് ഉണ്ട്, ആ വിഡ്ജറ്റ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഒരു യു ഐ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു കാര്യങ്ങളും ഡെവലപ്മെന്റ് സമയത്ത് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് നാളെ ഞാൻ പറഞ്ഞുതരാം. ഈവൻ കറന്റ് ഇന്ന് നമ്മൾ എന്താ ബേസിക് കാര്യങ്ങളും, പിന്നെ എന്താണ് ഫ്ലട്ടർ, പിന്നെ കുറച്ച് വിഡ്ജറ്റ്സ്, പിന്നെ എന്താണ് ആപ്പ് ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ നമ്മൾ ഇന്ന് കറന്റ്ലി ഇന്ന് മൊത്തത്തിൽ ഓവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈവൻ കറന്റ്ലി നമ്മൾ എടുത്ത കാര്യങ്ങൾ ഇതാണ്. ഇനിയിപ്പോ നാളെ ഫർദർ ഇതിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ നാളെ പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക്